Once again, welcome back to Vishwa Teaching. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മൾ ഓൾറെഡി ഈ ഒരു മൊഡ്യൂളിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് LPG. നമ്മൾ എന്താണ് LPG നമ്മൾ കഴിഞ്ഞൊരു പാർട്ടിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് LPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇനി ഈ ഓരോന്നും എന്താ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ഓരോന്നിൻ്റെ സെപ്പറേറ്റ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ എന്താണ് LPGയുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് ചോദിച്ചാൽ എഴുതേണ്ടതാണ് നമ്മൾ പറയാൻ പോകുന്നത്. നോക്കിക്കേ, ടു ഇൻക്രീസ് നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം. നമ്മുടെ രാജ്യത്തിൻ്റെ നാഷണൽ ആൻഡ് പെർ ക്യാപിറ്റ ഇൻകം എന്ത് ചെയ്യുക, വർദ്ധിപ്പിക്കുക. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ എന്താ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കിയേ, ടു മേക്ക് ദ നേഷൻ സെൽഫ് സഫിഷ്യന്റ് ഇൻ ഓൾ ഫീൽഡ്. എല്ലാ മേഖലകളിലും എന്ത് ചെയ്യുക, നമ്മുടെ രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കുക. അതേപോലെ നോക്കിയേ, ടു കംപ്ലീറ്റ്ലി റാഡിക്കേറ്റ് ദ പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെന്റ് ഇൻ ദ കൺട്രി. നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ വളരെ രൂക്ഷമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിൽ അൺഎംപ്ലോയ്മെന്റ് ഒക്കെ എന്ത് ചെയ്യുക, ആ ഒരു തൊഴിലില്ലായ്മ എന്നുള്ളൊരു പ്രശ്നം എന്ത് ചെയ്യുക, ഇറാഡിക്കേറ്റ് ചെയ്യുക, ഇല്ലാണ്ടാക്കുക അല്ലേ. അതേപോലെ നോക്കിയേ, ടു ഇറാഡിക്കേറ്റ് പോവർട്ടി ആൻഡ് ഇംപ്രൂവ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ. നമ്മുടെ രാജ്യത്തെ പോവർട്ടി, ദാരിദ്ര്യം എന്ത് ചെയ്യുക, ഇറാഡിക്കേറ്റ് ചെയ്തുകൊണ്ട്, ഇല്ലാണ്ടാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നമ്മുടെയൊക്കെ ജീവിത നിലവാരം എന്ത് ചെയ്യുക, മെച്ചപ്പെടുത്തുക. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എന്ത് ചെയ്യുക, ഇംപ്രൂവ് ചെയ്യുക. അതുപോലെ തന്നെ നോക്കിക്കേ, ടു അച്ചീവ് ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെന്റ് ആൻഡ് അറ്റൈൻ ഇക്വാലിറ്റി ഓഫ് ഇൻകം ആൻഡ് വെൽത്ത് അമംഗ് പീപ്പിൾ. ഒരു ബാലൻസ്ഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് അറ്റൈൻ ചെയ്യുക. അതായത് ഒരു പെർട്ടിക്കുലർ സെക്ടറിനെയോ ഒരു ഏരിയയോ മാത്രം ഫോക്കസ് ചെയ്യാതെ എല്ലാ മേഖലകളെ അല്ലെങ്കിൽ എല്ലാ സെക്ടേഴ്സിനും ഈക്വലി കൺസിഡർ ചെയ്തുകൊണ്ട് എല്ലാ വ്യക്തികളുടെ കയ്യിൽ ഈക്വലായിട്ട് എന്ത് ചെയ്യുക, ആ ഒരു വെൽത്തും ഇൻകവും ഒക്കെ എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതായത് റിച്ച് വീണ്ടും റിച്ചും പൂർ വീണ്ടും പൂറും ആവാതെ എല്ലാവരും എന്ത് ചെയ്യുക, ഈക്വലായിട്ട് ട്രീറ്റ് ചെയ്യുക അല്ലേ. നെക്സ്റ്റ് ഓക്കെ, ടു റെഡ്യൂസ് ദ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് പീപ്പിൾ ആൻഡ് റിസോഴ്സസ് ഓഫ് ദ കൺട്രി. രാജ്യത്തെ റിസോഴ്സസും അതുപോലെ തന്നെ എന്താണ് ആളുകളെയും ജനങ്ങളെ എന്ത് ചെയ്യുക, ചൂഷണം എന്ത് ചെയ്യുക, ഇല്ലാണ്ടാക്കുക അല്ലേ. ടു റെഡ്യൂസ്, ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യുക, കുറയ്ക്കുക. അതായത് ഹ്യൂമൻ റിസോഴ്സസ് ആയിക്കോട്ടെ, നാച്ചുറൽ റിസോഴ്സസ് ആയിക്കോട്ടെ, ഇതിനൊക്കെ എക്സ്പ്ലോയിറ്റേഷൻ എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് തന്നെ പെട്ടെന്ന് പറയാവുന്ന പോയിന്റ്സ് ആണ്. ഈ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് കുറയ്ക്കുക, അതുപോലെ തന്നെ എന്താണ് പോവർട്ടി കുറയ്ക്കുക, അതുപോലെ തന്നെ എന്താണ് എക്സ്പ്ലോയിറ്റേഷൻ തുടങ്ങിയ പോയിന്റ്സ് ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തിരിക്കാവുന്ന പോയിന്റ്സ് ആണ് അല്ലേ. അതിൽ ആദ്യത്തേതാണ് ലിബറലൈസേഷൻ. Liberalisation is a term used to denote relaxation of government control in all areas of the economy. In the economic sense, it means freeing the economy from government control. നോക്കിക്കേ, അതായത് നമ്മുടെ എക്കണോമിയുടെ, അത് സമ്പദ് വ്യവസ്ഥയുടെ എല്ലാ മേഖലകളും തന്നെ ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണമാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഗവൺമെൻറ് കൺട്രോളിൽ ഇളവ് വരുത്തുന്നതിനെ ഡിനോട്ട് ചെയ്യുന്ന ടേമാണ് എന്തെന്ന് പറയുന്നത്, ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിൽ നിന്നും എക്കണോമിയുടെ ആ ഒരു മോചനം അല്ലെങ്കിൽ ആ ഒരു ഫ്രീ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇതെന്ന് പറയുന്നത് ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. ദ ഗവൺമെൻറ് വിൽ റിലാക്സ് ഇറ്റ്സ് കൺട്രോൾ ഓവർ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ ഇൻ ദി എക്കണോമി. അതായത് നേരത്തെ ഇൻഡിപെൻഡൻസ് ടൈമിനൊക്കെ മുമ്പ് ഈ പറഞ്ഞ പോലെ തന്നെ എന്താണ് പല ഇൻഡസ്ട്രീസിലും ഈ പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ അവരെ ഡിസ്കറേജ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കൺട്രോളിലും കാര്യങ്ങളിലൊക്കെ ഗവൺമെൻറ് എന്ത് ചെയ്യും, ഒരു റിലാക്സേഷൻ കൊണ്ടുവരും എന്നുള്ളതാണ്. ഇറ്റ് ഈസ് ആക്ച്വലി എ ഷിഫ്റ്റ് ഫ്രം എ ക്ലോസ് ആൻഡ് കൺട്രോൾഡ് എക്കണോമി ടു എൻ ഓപ്പൺ ആൻഡ് അൺകൺട്രോൾഡ് എക്കണോമി. അതായത് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള കൺട്രോൾഡ് എക്കണോമിയിൽ നിന്നും ഒരു ഓപ്പൺ ആൻഡ് അൺകൺട്രോൾഡ് എക്കണോമിയിലേക്കുള്ള ഒരു ഷിഫ്റ്റാണ് ഈ ഒരു ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾസോ എ ഷിഫ്റ്റ് ഫ്രം ലൈസൻസിങ് ഇറ ടു ഡീലൈസൻസിങ് ഇറ. അപ്പോൾ ലൈസൻസിങ് ഇറ എന്താണ്, ലൈസൻസിങ് എന്താണെന്നൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ലൈസൻസിങ് സിസ്റ്റത്തിൽ നിന്ന് ആ ഒരു ഡീലൈസൻസിങ് സിസ്റ്റത്തിലേക്കുള്ള ഒരു ഷിഫ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ലിബറലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈലൈറ്റ്സ് ഓഫ് ലിബറലൈസേഷൻ ആണ്. അതായത് ലൈസൻസിങ് ആവശ്യമായിട്ടുള്ള ഇൻഡസ്ട്രികളുടെ എണ്ണം 18 ഇവിടെ കുറയ്ക്കുകയാണ്. അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ റെഗുലേഷൻസ് ഒക്കെ തന്നെ എന്ത് ചെയ്യാണ്, റീസ്ട്രക്ചർ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഓക്കെ, ദ കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ വാസ് അബോളിഷ്ഡ് ഇൻ 1992 ആൻഡ് ഇൻട്രൊഡ്യൂസ്ഡ് സെബി ടു റെഗുലേറ്റ് ഓൾ സെക്യൂരിറ്റി മാർക്കറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് ഇന്റർമീഡിയറീസ്. നോക്കിക്കേ, അതായത് 1992 കൺട്രോളർ ഓഫ് ക്യാപിറ്റൽ ഇഷ്യൂ അബോളിഷ് ചെയ്തുകൊണ്ട് അവിടെ സെബി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. എന്താണ് സെബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അല്ലേ. അപ്പോൾ സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ സെക്യൂരിറ്റി മാർക്കറ്റ് ആക്ടിവിറ്റീസും ഇൻ്റർമീഡിയറീസിനൊക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ സെബി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓക്കെ, എൻകറേജ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ബൈ ഇൻക്രീസിംഗ് ദ മാക്സിമം ലിമിറ്റ് ഓൺ ഷെയർസ് ഓഫ് ഫോറിൻ ക്യാപിറ്റൽ ഇൻ ജോയിന്റ് വെഞ്ചർ ഫ്രം 40 to 51% വിത്ത് 100% ഫോറിൻ ഇക്വിറ്റി പെർമിറ്റഡ് ഇൻ പ്രയോറിറ്റി സെക്ടേഴ്സ്. നോക്കിക്കേ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ത് ചെയ്യാണ്, എൻകറേജ് ചെയ്യുകയാണ്. എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് വിദേശത്തുള്ള ഒരു രാജ്യം ഇല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ഒരു രാജ്യം തന്നെ എടുക്കുക. അപ്പോൾ
ആ ഒരു ഫോറിൻ കൺട്രി നമ്മുടെ രാജ്യത്തേക്ക് എന്ത് ചെയ്യണം, ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാണ്. എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു കമ്പനിയുമായിട്ട് അവരൊരു എഗ്രിമെൻറ്റിൽ ഏർപ്പെട്ട ശേഷം ആ ഒരു കമ്പനിയുടെ കൺട്രോൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കൺട്രോൾ ഓൺ ചെയ്യാൻ വേണ്ടിയായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഡയറക്റ്റായിട്ട് നമ്മുടെ രാജ്യത്തിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നോക്കി നമ്മൾ പറഞ്ഞു എന്താണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അഥവാ FDI എൻകറേജ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെ നോക്കി, പ്രയോറിറ്റി സെക്ടറുകളിൽ 100% ഫോറിൻ ഇക്വിറ്റീസ് പെർമിറ്റ് ചെയ്തുകൊണ്ട് ജോയിൻറ്റ് വെഞ്ചറുകളിലെ ഫോറിൻ ക്യാപിറ്റലുകളുടെ ആ ഒരു മാക്സിമം ലിമിറ്റ് 40-ൽ നിന്ന് എത്രയായിട്ട് കൂട്ടുക, 51% ഉയർത്തിക്കൊണ്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ആ ഒരു FDI എൻകറേജ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഇന്ത്യാസ് ഇക്വിറ്റി മാർക്കറ്റ് വെയർ ഓപ്പൺ ടു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്. ഓക്കെ, ഇവിടെ നമ്മുടെ ഇന്ത്യയുടെ ഇക്വിറ്റി മാർക്കറ്റ്സ് എന്ത് ചെയ്യാണ്, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യുകയാണ്. അതായത് നിങ്ങൾ ഇവിടെ വന്ന് എന്ത് ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്തോളൂ, അല്ലെങ്കിൽ ഷെയർസ് സ്റ്റോക്സ് ഒക്കെ എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്തോളൂ എന്നുള്ളതാണ് ഇവിടെ. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഓപ്പൺ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഓക്കെ, ഗേവ് സാങ്ഷൻ ടു ഇന്ത്യൻ ഫേംസ് ടു റേസ് ക്യാപിറ്റൽ ഫ്രം ഇന്റർനാഷണൽ മാർക്കറ്റ് ബൈ ഇഷ്യൂയിങ് ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ്. ഓക്കെ, ഇന്ത്യൻ ഫേമുകൾക്ക് ഇന്റർനാഷണൽ മാർക്കറ്റുകളിൽ നിന്ന് ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള ഒരു സാങ്ഷൻ, ഒരു അനുമതി ഇവിടെ നൽകുകയാണ്. അപ്പോൾ അത് ഈ ഒരു GDR അഥവാ ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് ഇഷ്യൂ ചെയ്തുകൊണ്ടായിരിക്കും ഇവരിങ്ങനെ ഈ ഒരു ക്യാപിറ്റലൊക്കെ റേസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ GDR അഥവാ ഗ്ലോബൽ ഡിപ്പോസിറ്ററി റെസിപ്റ്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഫോറിൻ ഷെയർസ്, അതായത് ഫോറിൻ കമ്പനിയിലുള്ള ഷെയർസിനെയാണ് ഈ ഒരു GDR റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇത് ഇഷ്യൂ ചെയ്യുന്നത് ബാങ്ക്സ് ആണ്. നെക്സ്റ്റ് നോക്കിയേ, പ്രൈവറ്റൈസേഷൻ ഓഫ് ലാർജ് ഇൻഎഫിഷ്യൻ്റ് ആൻഡ് ലോസ് മേക്കിംഗ് ഗവൺമെൻറ് കോർപ്പറേഷൻസ് വാസ് സ്റ്റാർട്ടഡ്. അതായത് വലിയ തോതിൽ അല്ലെങ്കിൽ വലിയ ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള, കാര്യക്ഷമതയില്ലാത്ത, ലോസ് മേക്കിംഗ് ആയിട്ടുള്ള, അതായത് നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന ഗവൺമെൻറ് കോർപ്പറേഷൻസ് ഒക്കെ വലിയ തോതിൽ തന്നെ എന്ത് ചെയ്യണം, പ്രൈവറ്റൈസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് വെയർ സിംപ്ലിഫൈഡ് ആൻഡ് ആഡഡ് മോർ ഐറ്റംസ് ഇൻ ദ ഓപ്പൺ ജനറൽ ലൈസൻസ് ഫോർ ഇമ്പോർട്ട്സ്. ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട് വെയർ കൺസിഡറബിളി റെഡ്യൂസ്ഡ്. നോക്കി, ഇവിടെ ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ് ഒക്കെ എന്ത് ചെയ്യണം, സിംപ്ലിഫൈ ചെയ്യണം. അതേപോലെ തന്നെ കൂടുതൽ ഐറ്റംസ് OGLലേക്ക്, അതായത് ഓപ്പൺ ജനറൽ ലൈസൻസിലേക്ക് ആഡ് ചെയ്യുകയാണ് ഇമ്പോർട്ടിന് വേണ്ടി. എന്താണ് OGL അഥവാ ഓപ്പൺ ജനറൽ ലൈസൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിന് കീഴിലെ ഗുഡ്സ് ഒക്കെ എന്താണ്, നമുക്ക് ഫ്രീലി ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതായത് ഒരു റെസ്ട്രിക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രീലി ഇമ്പോർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ നോക്കിയേ, ഡ്യൂട്ടീസ് ഓൺ ഇമ്പോർട്ട് വെയർ കൺസിഡറബിളി റെഡ്യൂസ്ഡ്. ഈ ഇറക്കുമതിക്ക് മുകളിലുള്ള ഡ്യൂട്ടീസും കാര്യങ്ങളും ഒക്കെ തന്നെ എന്ത് ചെയ്യണം, റെഡ്യൂസ് ചെയ്യാണ് അല്ലേ, കുറയ്ക്കുകയാണ്, ക്രമാതീതമായി കുറയ്ക്കുകയാണ്. നെക്സ്റ്റ് നോക്കിയേ, മെഷേഴ്സ് വെയർ ടേക്കൻ ടു ഇൻക്രീസ് എക്സ്പോർട്സ് ബൈ ഡിവാലുവേറ്റിംഗ് റുപ്പി ആൻഡ് മോർ എൻകറേജ്മെന്റ് ടു ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ. നോക്കിയേ, അതായത് നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറച്ചുകൊണ്ട്, അതായത് ഡീവാലുവേറ്റിംഗ് റുപ്പി എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ ഇന്ത്യൻ രൂപയുടെ എന്ത് ചെയ്യണം, മൂല്യം കുറയ്ക്കുകയാണ്. അതേപോലെ തന്നെ എന്താണ്, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യുകയാണ്. അതായത് നമ്മുടെ രാജ്യത്തെ ഉൽപ്പാദനം എന്ത് ചെയ്യണം, എൻകറേജ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി, എക്സ്പോർട്ട്സ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി, കയറ്റുമതി വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള മെഷേഴ്സ് എടുക്കാൻ വേണ്ടി ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ കുറയ്ക്കുകയും അതുപോലെ തന്നെ എന്താണ്, ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ എൻകറേജ് ചെയ്യുകയും ചെയ്യുകയാണ്. Next, okay, measures were taken to strengthen public sector undertakings (PSUs) by reducing political interference and giving more autonomy to them. അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഒക്കെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. എങ്ങനെ, അതായത് രാഷ്ട്രീയ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ കുറച്ചുകൊണ്ടും കൂടുതൽ ഓട്ടോണമി അവർക്ക് കൊടുത്തുകൊണ്ടും ഒക്കെ തന്നെ എന്ത് ചെയ്യാണ്, PSU അഥവാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് സ്ട്രെങ്തൻ ചെയ്യുകയാണ്. നെക്സ്റ്റ് ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് മെഷേഴ്സ് were taken to reduce the control of government on PSUs. നോക്കിയേ, അതായത് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് മുകളിലുള്ള ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ, നിയന്ത്രണം കുറയ്ക്കാൻ വേണ്ടി ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് ഒക്കെ എടുക്കുകയാണ്. അപ്പോൾ എന്താണ് ഈ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പാർട്ട് ഓർ ഹോൾ ഓഫ് ദി ഷെയർസ് അല്ലെങ്കിൽ ഇക്വിറ്റീസ് ഓഫ് ദി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പബ്ലിക് സെക്ടർ സ്ഥാപനം അതിൻ്റെ വില എന്ന് പറയുന്നത് 100 കോടിയാണെന്ന് വിചാരിക്കാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നിങ്ങൾ എത്ര വേണമെങ്കിലും കോടി ആക്കിക്കും. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 100 കോടി എന്ന് വെച്ചോ. അപ്പോൾ ആ ഒരു 100 കോടിയെ ഞാൻ 10 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അതായത് ഒരു പാർട്ടിനകത്ത് 10 കോടി വരുന്ന രീതിയിൽ 10 പാർട്സായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ ആ ഓരോ പാർട്ടിനെയുമാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. അപ്പോൾ ഇവിടെ നിലവിൽ എത്ര ഇക്വിറ്റി ഷെയർസ് ഉണ്ട്, 10 ഇക്വിറ്റി ഷെയർസ് ഉണ്ട്. അപ്പം ഈ ഒരു 10 ഇക്വിറ്റി ഷെയർസിനെയും പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഗവൺമെൻറ് സെല്ല് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.
അതായത് ഇപ്പോൾ അത് ആർക്കാണ് ഇവർ സെല്ല് ചെയ്യുന്നത്? പ്രൈവറ്റ് പാർട്ടീസിന് വേണ്ടിയായിരിക്കും. അതെന്തിനു വേണ്ടിയാണ്? ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ കുറയ്ക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു 100 കോടിയെ 10 പാർട്ടായിട്ട് അല്ലെങ്കിൽ 10 ഇക്വിറ്റി ഷെയർസ് ആയിട്ട് 10 കോടി വില വരുന്നതായിട്ട് ഡിവൈഡ് ചെയ്തു എന്നല്ലേ. അപ്പോൾ ഈ പ്രൈവറ്റ് പാർട്ടീസ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു 3 ഇക്വിറ്റി ഷെയർസ് അവർ വാങ്ങുകയെന്ന് വിചാരിച്ചോ. അപ്പോൾ 3 ഇക്വിറ്റി ഷെയർസ് എന്ന് പറഞ്ഞാൽ അതിന് എത്ര രൂപയാണ്? 30 കോടി അല്ലേ. ആ 30 കോടി ഗവൺമെൻറ്റിന് കൊടുത്ത ശേഷം എന്ത് ചെയ്യുകയാണ്? അവർ ആ ഒരു അത്രയും ഭാഗത്തിൻ്റെ കൺട്രോൾ ആർക്ക് ലഭിക്കുകയാണ്? പ്രൈവറ്റ് പാർട്ടീസിന് ലഭിക്കുകയാണ്. അപ്പം ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് 100% നിന്ന് ഇപ്പോൾ എത്രയായി? 70% കുറഞ്ഞില്ലേ? അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ കൺട്രോൾ എന്ത് ചെയ്യണം? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിന് മുകളിലുള്ളത് കുറയ്ക്കാൻ വേണ്ടിയാണ് ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് മെഷേഴ്സ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് ഒരു ടോപ്പിക്കാണ് പ്രൈവറ്റൈസേഷൻ. അപ്പോൾ നമ്മൾ എന്താണ് ലിബറലൈസേഷൻ എന്ന് പഠിച്ചു, അതിൻ്റെ ഹൈലൈറ്റ്സ് പഠിച്ചല്ലേ. നെക്സ്റ്റ് എന്താണ്? പ്രൈവറ്റൈസേഷൻ. നോക്കിയേ, ഈ ഒരു പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഓഫ് ബിസിനസ് ഫ്രം ദ പബ്ലിക് സെക്ടർ ഓഫ് ഗവൺമെൻറ് ടു ദ പ്രൈവറ്റ് സെക്ടർ. അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൻ്റെ സ്ഥാപനങ്ങൾ എന്ത് ചെയ്യുകയാണ്? പ്രൈവറ്റ് സെക്ടറിലേക്ക് അതിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിൻ്റെ ഓണർഷിപ്പ്, ഉടമസ്ഥത എന്ത് ചെയ്യുകയാണ്? ഒരു പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന പ്രോസസ്സാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യയിൽ പ്രൈവറ്റൈസേഷൻ എങ്ങനെയാണ് നടപ്പിലാക്കിയത്? ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് വഴിയാണ്. അപ്പോൾ ആ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയാണ് പ്രൈവറ്റൈസേഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. അപ്പോൾ എത്ര ഓർക്കുക, പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ട്രാൻസ്ഫറിങ് ദ ഓണർഷിപ്പ് ഓഫ് പബ്ലിക് സെക്ടർ ഓർ ഗവൺമെൻറ് ടു ദ പ്രൈവറ്റ് സെക്ടർ എന്ന് ഓർത്തിരിക്കുക. നോക്കിയേ, ഒരു എക്കണോമി പ്രൈവറ്റൈസ് ചെയ്യുന്നതിന് പല കാരണങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ പ്രധാനപ്പെട്ടുള്ള ഒരു 5 റീസൺസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് വണ്ണാണ് നോക്കിക്കേ. അതായത് പബ്ലിക് സെക്ടറിൻ്റെ മോട്ടീവ് എന്തായിരിക്കും? എപ്പോഴും സോഷ്യൽ വെൽഫെയറും അതുപോലെ തന്നെ എക്കണോമിക് കൺസിഡറേഷനും ഒക്കെ ആയിരിക്കും അല്ലേ. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ്. അപ്പോൾ അത് എപ്പോഴും എയിം ചെയ്യുന്നത് സോഷ്യൽ വെൽഫെയർ ആയിരിക്കും. ആ സമയത്ത് പ്രൈവറ്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ അവരെപ്പോഴും ഫോക്കസ് ചെയ്യുന്നത് എന്തായിരിക്കും? പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആയിരിക്കും. എങ്ങനെ ലാഭം എന്താണ് മാക്സിമൈസ് ചെയ്യാം എന്നുള്ളതായിരിക്കും അവരവിടെ എയിം ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അവർ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും അവർ ഓപ്പറേറ്റ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ അല്ലേ. Next, okay, private sector usually adopt a performance and merit-based selection and promotion process rather than seniority. This helps them to improve productivity and quality. ഇപ്പോൾ പബ്ലിക് സെക്ടറിൻ്റെ കേസ് നമുക്കറിയാം. ഇപ്പോൾ ഗവൺമെൻറ് ഓഫീസും കാര്യങ്ങളൊക്കെ ആയാലും നമുക്കറിയാം അല്ലേ. സീനിയോറിറ്റിയുടെ ഒക്കെ ബേസിസിലായിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത്. അവിടെ സീനിയോറിറ്റിക്ക് ഇച്ചിരി ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രൈവറ്റ് സെക്ടറിലേക്ക് വരികയാണെങ്കിൽ അവിടെ അവർ നോക്കുന്നത് എന്താണ്? നമ്മൾ ആ ഒരു വർക്ക് ചെയ്യാൻ ക്യാപ്പബിൾ ആണോ, നമുക്ക് അതിനുള്ള എഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളതായിരിക്കും അവരവിടെ നോക്കുന്നത് അല്ലേ. നമ്മുടെ പെർഫോമൻസിൻ്റെയും മെറിറ്റിൻ്റെ ഒക്കെ ബേസിസിലായിരിക്കും അവിടെ സെലക്ഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്രൊമോഷനും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മുടെ അവിടെ എന്തൊക്കെ കൂടുന്നുള്ളതാണ്? ആ ഒരു പ്രൊഡക്ടിവിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അവിടെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സെലക്ഷനാണ് പ്രൈവറ്റ് സെക്ടർ അഡോപ്റ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഓക്കെ, ടു പ്രൊമോട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ ഇൻ ദ മാർക്കറ്റ്. മാർക്കറ്റിൽ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ എന്ത് ചെയ്യുന്നു? ഈ ഒരു പ്രൈവറ്റൈസേഷൻ വരുന്നതോടുകൂടി പ്രൊമോട്ട് ചെയ്യുമെന്നുള്ളതാണ്. Next, okay, in the changed economic scenario, the government wants to limit the area of public sector operations and extend the operations of private sector to the areas which were earlier reserved for the public sector. Public sectorന് വേണ്ടി നേരത്തെ റിസർവ് ചെയ്തിട്ടുള്ള ചില ഏരിയാസ് ഉണ്ട്. അതൊക്കെ തന്നെ എന്ത് ചെയ്യുകയാണ്? പ്രൈവറ്റ് സെക്ടറിലേക്ക് വിട്ടുകൊടുക്കുകയാണ്, അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിലേക്കൊക്കെ അതിൻ്റെ ഓപ്പറേഷൻ എന്ത് ചെയ്യാണ്? എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. Next, okay, heavy losses incurred by most of the public sector enterprises necessitated the government to adopt a policy of privatization. അപ്പോൾ ഈ ഒരു ലോസ് മേക്കിംഗ് ആയിട്ടുള്ള കമ്പനീസും കാര്യങ്ങളും അല്ലെങ്കിൽ പബ്ലിക് സെക്ടറിൻ്റെ എൻ്റർപ്രൈസസും കാര്യങ്ങളും ഒക്കെ തന്നെ എന്ത് ചെയ്യണം? പ്രൈവറ്റൈസേഷൻ്റെ ആ ഒരു പോളിസി അഡോപ്റ്റ് ചെയ്യാൻ ഗവൺമെൻറ്റിനെ നിർബന്ധിതരാക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ. അതിലെ ഫസ്റ്റ് പോയിന്റ് ആണ് റെഡ്യൂസ് ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ. ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നു. ഇപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നത്? നമ്മൾ പറഞ്ഞു പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാൻസ്ഫറിങ് ഓണർഷിപ്പ് ഫ്രം ദ ബിസിനസ് ഓഫ് പബ്ലിക് ടു പ്രൈവറ്റ് അല്ലേ. പബ്ലിക്കിൽ നിന്ന് പ്രൈവറ്റിലേക്ക് ആ ഒരു ബിസിനസ്സിൻ്റെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നതെന്ന്. അപ്പോൾ അങ്ങനെ ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ന് ആ ഒരു ഉടമസ്ഥത അവകാശം അല്ലെങ്കിൽ ആ ഒരു ഓണർഷിപ്പ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് വേണ്ടി നമ്മൾ ചിലവാക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെ എന്ത് ചെയ്യുക? അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ ഇവിടെ കുറയുകയാണ് അല്ലേ. അതുപോലെ തന്നെ നോക്കിക്കേ, ഇംപ്രൂവ് ദ എഫിഷ്യൻസി ഓഫ് പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ്. പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസുകളുടെയൊക്കെ എഫിഷ്യൻസി എന്ത് ചെയ്യുന്നു? ഇംപ്രൂവ് ചെയ്യുന്നു. അതുപോലെ നോക്കിയാൽ റിഡ്യൂസ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്സ്. ബഡ്ജറ്റ് ഡെഫിസിറ്റ്സ് ഒക്കെ കുറയ്ക്കുന്നു. എപ്പോഴാണ് ഒരു ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആകുന്നത്?
അതായത് നമ്മുടെ എക്സ്പെൻസ് റവന്യൂവിനേക്കാൾ കൂടി നിൽക്കുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത്, ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആകുന്നത് അല്ലേ. അതായത് വരുമാനത്തെക്കാൾ കൂടുതൽ ചെലവ് ഉണ്ടാകുമ്പോഴാണ് അവിടെ ബഡ്ജറ്റ് ഡെഫിസിറ്റ് ആവുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു ഡെഫിസിറ്റും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. അതുപോലെ നോക്കിയാൽ റെഡ്യൂസ് പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസ് ഓൺ ദ മാനേജ്മെൻറ്റ് ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ്. പബ്ലിക് എൻ്റർപ്രൈസസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിൽ ആ ഒരു രാഷ്ട്രീയ ഇടപെടലുകളും കാര്യങ്ങളും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്, പ്രൈവറ്റൈസ് ചെയ്യുന്നത് വഴി. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഈ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലൊക്കെ എന്താണ് രാഷ്ട്രീയക്കാരിങ്ങനെ ആളുകളെ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇങ്ങനെ കയറ്റുന്നു എന്നൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇങ്ങനെ അത് പ്രൈവറ്റൈസ് ചെയ്യുന്നത് വഴി നമുക്ക് ഒരു പരിധി വരെ അത് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ മാനേജ്മെൻറ്റിലുള്ള പൊളിറ്റിക്കൽ ഇൻ്റർവെൻഷൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. Next, okay, reduce burden on the exchequer as a result of huge amount of money spent on public sector enterprises. അതായത് നമുക്കറിയാം ഇപ്പോൾ KSRTC കേസ് എടുക്കുക അല്ലേ, നഷ്ടം മാത്രം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിലാണ് വാർത്തകളൊക്കെ വരുന്നത് അല്ലേ. അപ്പോൾ അതായത് അവിടുത്തെ എംപ്ലോയീസിന് സാലറി കൊടുക്കാനായിട്ട് സാധിക്കുന്നില്ല. കാരണം അതിൽ നിന്നുള്ള ആ ഒരു വരുമാനത്തെക്കാൾ കൂടുതലാണ് ചിലവ് എന്നുള്ളതാണ് പറയുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നമ്മൾ എവിടെ നിന്നാണ് അതിന് വേണ്ടിയുള്ള എക്സ്പെൻസസും കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്നത്, ഖജനാവിൽ നിന്നാണ് അല്ലേ. അപ്പോൾ ആ ഒരു ബേർഡൻ എന്ത് ചെയ്യണം, കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ ഒരു പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിന് വേണ്ടി കൂടുതൽ മണി സ്പെൻഡ് ചെയ്യുന്നത് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രൈവറ്റൈസ് ചെയ്യുന്നത് വഴി കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, റെഡ്യൂസ് ഇൻഫ്ലേഷൻ ത്രൂ റെഡ്യൂസ്ഡ് പബ്ലിക് സ്പെൻഡിങ്. പബ്ലിക് സ്പെൻഡിങ് കുറച്ചുകൊണ്ട് നമുക്ക് ഇൻഫ്ലേഷൻ കുറയ്ക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ഇൻക്രീസ് ഗവൺമെൻറ് റെസിപ്റ്റ്സ് ത്രൂ സെയിൽ ഓഫ് അസറ്റ്സ്. അസറ്റുകളൊക്കെ വിറ്റുകൊണ്ട് എന്ത് ചെയ്യുക, ഗവൺമെൻറ്റിൻ്റെ റെസിപ്റ്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യുക. അതുപോലെ നോക്കിയാൽ സ്ട്രെങ്തേൺ വീക്ക് ഏരിയാസ് ഓഫ് പ്രൈവറ്റ് സെക്ടർ. പ്രൈവറ്റ് സെക്ടറിലെ തന്നെ വീക്ക് ഏരിയാസ് ഒക്കെ എന്ത് ചെയ്യുക, സ്ട്രെങ്തേൺ ചെയ്യുക. പ്രൊവൈഡ് ഗുഡ്സ് ടു കൺസ്യൂമേഴ്സ് അറ്റ് ലോ കോസ്റ്റ്. ലോ കോസ്റ്റിൽ കൺസ്യൂമേഴ്സിന് നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. ആക്സിലറേറ്റ് എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ആക്സിലറേറ്റ് ചെയ്യുക തുടങ്ങിയവയൊക്കെയാണ് പ്രൈവറ്റൈസേഷൻ്റെ ഒബ്ജക്റ്റീവ്സ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റൈസേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് റെഡ്യൂസ്ഡ് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ്. നോക്കിയേ, ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കുറയ്ക്കുക അല്ലേ. എങ്ങനെയാണെന്ന് നോക്കിക്കേ, കമ്പനീസ് ക്യാൻ ഈസിലി സ്റ്റാർട്ട് ദെയർ ബിസിനസ് ആൻഡ് ഓപ്പറേറ്റ് വിത്തൗട്ട് മച്ച് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ഇൻ പ്രൈവറ്റൈസേഷൻ. അതായത് പ്രൈവറ്റൈസേഷനിൽ ഒരു വലിയ തോതിലുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകളോ അല്ലെങ്കിൽ ഇൻ്റർവെൻഷൻസോ ഒന്നും ഇല്ലാതെ തന്നെ കമ്പനീസിന് അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. They do not have to wait for long to obtain license and meeting other procedures to start and operate business in a privatization. അതായത് പ്രൈവറ്റൈസേഷനിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും ഓപ്പറേറ്റ് ചെയ്യാനും ഒക്കെ തന്നെ ലൈസൻസും അതുപോലെ തന്നെ മറ്റ് പ്രൊസീജിയേഴ്സ് ഒക്കെ തന്നെ അതിനൊക്കെ വേണ്ടി കാത്തു നിൽക്കേണ്ട ആ ഒരു കാലതാമസം അവിടെ ഇല്ല എന്നുള്ളതാണ്. 2, വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. അതായത് പീപ്പിളിന് അല്ലെങ്കിൽ ജനങ്ങൾക്ക് വൈഡ് വെറൈറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ഈ ഒരു പ്രൈവറ്റ് എൻ്റർപ്രൈസസിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് Okay, third point, low price and discounts. Okay, in privatization, organizations operate on the basis of competition. To manage competition, companies will cut down prices and offer discount to people. This helps people to get products and services at cheaper prices. Okay, പ്രൈവറ്റൈസേഷനിൽ ഓർഗനൈസേഷൻസ് പ്രവർത്തിക്കുന്നത് എന്തിൻ്റെ ബേസിസിലാണ്, കോമ്പറ്റീഷൻ്റെ ബേസിസിലാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു കോമ്പറ്റീഷൻ മാനേജ് ചെയ്യാൻ വേണ്ടി കമ്പനീസ് എന്ത് ചെയ്യും, അവരുടെ വിലയൊക്കെ കുറച്ചുകൊണ്ട് ആളുകൾക്ക് ഡിസ്കൗണ്ട് ഒക്കെ ഓഫർ ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി നോക്കിക്കേ, അത് ആളുകളെ എങ്ങനെ സഹായിക്കും എന്നുള്ളതാണ്. അതായത് അവർക്ക് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ചീപ്പ് പ്രൈസിന് ലഭ്യമാകും എന്നുള്ളതാണ്. നെക്സ്റ്റ്, സുപ്പീരിയർ ക്വാളിറ്റിയാണ്. നമ്മൾ പറഞ്ഞു ഈ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിസിലാന്ന് പറഞ്ഞു, കോമ്പറ്റീഷൻ്റെ ബേസിസിലാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റിലെ ഒരു കോമ്പറ്റേറ്റീവ് അഡ്വാൻറ്റേജ് ലഭിക്കാൻ വേണ്ടി അവർ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സും സർവീസസും ഒക്കെ ഓഫർ ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പോൾ അതുവഴി കൺസ്യൂമേഴ്സിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ലഭ്യമാകും എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഇൻക്രീസസ് ബാർഗെയിനിങ് പവർ. അതായത് ഈ ഒരു പ്രൈവറ്റൈസേഷൻ കോമ്പറ്റീഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പം ഇങ്ങനെ കോമ്പറ്റീഷൻ കൂടുന്നതിനനുസരിച്ച് ആളുകളുടെ ബാർഗെയിനിങ് പവറും കൂടുക എന്നുള്ളതാണ്. അപ്പോൾ അതുവഴി കൺസ്യൂമേഴ്സിന് നല്ല ക്വാളിറ്റിയിൽ ക്വാണ്ടിറ്റിയിൽ അവർക്ക് യോജിച്ച ആ ഒരു പ്രൈസിലും ഒക്കെ തന്നെ പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ലഭ്യമാകുക എന്നുള്ളതാണ്. നെക്സ്റ്റ്, ജനറേറ്റ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. നമുക്കറിയാം ഈ ഒരു പ്രൈവറ്റൈസേഷൻ ഇൻക്രീസ് ചെയ്യുന്നത് വഴി അല്ലെങ്കിൽ പ്രൈവറ്റ് എൻ്റർപ്രൈസസ് രാജ്യമെമ്പാടും ഉണ്ടാകുന്നത് വഴി കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടാകും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിക്കേ, ഇൻക്രീസ്ഡ് റവന്യൂ ഓഫ് ദ ഗവൺമെൻറ്റിൻ്റെ വരുമാനം കൂട്ടുന്നു. എങ്ങനെ? അതായത് ഈ ഒരു നമ്മൾ പറഞ്ഞു നോക്കിയേ, പ്രൈവറ്റൈസേഷൻ വിൽ ഇൻക്രീസ് ദ വോളിയം ഓഫ് ബിസിനസ് ഇൻ ആൻ എക്കണോമി വിച്ച് ഇൻ ടേൺ ഇൻക്രീസ് ദ റവന്യൂ ഓഫ് ദ ഗവൺമെൻറ് ബൈ വേ ഓഫ് ടാക്സസ് ആൻഡ് ലിവീസ്. അതായത്
ഈ ഒരു പ്രൈവറ്റൈസേഷന് എക്കണോമിയിലുള്ള ബിസിനസ്സുകളുടെ വോളിയം കൂട്ടുന്നത് വഴി ഗവൺമെൻറ്റിൻ്റെ റവന്യൂ കൂട്ടുകയാണ്. എങ്ങനെ? ടാക്സസിലൂടെയും മറ്റ് ഡ്യൂട്ടീസിലൂടെയൊക്കെ തന്നെ ഗവൺമെൻറ്റിൻ്റെ റവന്യൂ എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓർ ഡ്രോബാക്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ ആണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് അൺഫെയർ യൂസ് ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നോക്കിയേ, അതായത് നമുക്കറിയാം പ്രൈവറ്റൈസേഷൻ എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളതാണ്? നാച്ചുറൽ റിസോഴ്സസിൻ്റെയൊക്കെ എക്സ്പ്ലോയിറ്റേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളതാണ് അല്ലേ. അതായത് വാട്ടർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള എല്ലാ നാച്ചുറൽ റിസോഴ്സസിനെ എന്ത് ചെയ്യുന്നുള്ളതാണ്? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അത് അവസാനം എന്തിലേക്കും ലീഡ് ചെയ്യും? എക്കോളജിക്കൽ ഇംബാലൻസസിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, കൊമേഴ്ഷ്യലൈസേഷൻ ഓഫ് ഇൻ ഓൾ ഫീൽഡ്. അതായത് ഈ ഒരു പ്രൈവറ്റൈസേഷൻ നമ്മുടെ സൊസൈറ്റിയിലുള്ള എല്ലാത്തിൻ്റെയും കൊമേഴ്ഷ്യലൈസേഷനിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളതാണ്. അതായത് അവരുടെ മോട്ടീവ് എന്താണ്? പ്രോഫിറ്റ് ആണ് അല്ലേ. എപ്പോഴും പ്രോഫിറ്റ് കൂട്ടുക അല്ലെങ്കിൽ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും അവരുടെ മോട്ടീവ് എന്ന് പറയുന്നത്. അവിടെ അവർ എന്തൊക്കെ കൺസിഡർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ജനങ്ങളുടെ വെൽഫെയറോ അവരുടെ സേഫ്റ്റിയോ ഒന്നും തന്നെ ഇവർ നോക്കുന്നില്ല. ഇവരെപ്പോഴും എന്തായിരിക്കും ഫോക്കസ് ചെയ്യുന്നത്? എങ്ങനെയും പ്രോഫിറ്റ് കൂട്ടുക എന്നുള്ളതാണ് അല്ലേ. Next, okay, lack of transparency. Unlike public sector undertakings, the operations of private firms are not open to public. The projects, the stakeholders, cost of operations, volume of sales, profit of private firms are not completely known to the public. അതായത് ഈ ഒരു പൊതുമേഖലാ സ്ഥാപനങ്ങൾ പോലെ നമ്മുടെ പ്രൈവറ്റ് ഫേമുകളുടെ ഓപ്പറേഷൻസ് ഒന്നും തന്നെ എപ്പോഴും പബ്ലിക്കിന് ഓപ്പൺ ആയിരിക്കണം എന്നുള്ളതല്ല. അതായത് അവരോട് ഡിസ്ക്ലോസ് ചെയ്യണം എന്നില്ല. അതായത് ഇപ്പോൾ ഏത് പ്രോജക്റ്റിലാണ് ഇപ്പോൾ നിലവിൽ അവർ ഓപ്പറേറ്റ് ചെയ്തതെന്നോ ഇല്ലെങ്കിൽ ആരൊക്കെയാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സെന്നോ അവർ ആ ഒരു കോസ്റ്റ് ഓഫ് ഓപ്പറേഷനോ സെയിൽസിൻ്റെ വോളിയമോ അല്ല എങ്കിൽ ആ ഒരു പ്രൈവറ്റ് ഫേമുകളുടെ പ്രോഫിറ്റോ ഒക്കെ പബ്ലിക്കിന് അറിയണമെന്ന് ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു പബ്ലിക്കിനെ പൂർണ്ണമായിട്ടും അറിയണമെന്നില്ല. നെക്സ്റ്റ് നോക്കിയേ, ക്രിയേഷൻ ഓഫ് മൊണോപ്പൊളി. ഇതൊക്കെ ഒരേ ഇൻഡസ്ട്രിയിലുള്ള വിവിധ ഫേമുകളെ മേർജ് ചെയ്തുകൊണ്ട് മൊണോപ്പൊളി ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു മൊണോപ്പൊളിയുടെ ക്രിയേഷനിലേക്ക് പ്രൈവറ്റൈസേഷൻ ലീഡ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഒരു മൊണോപ്പൊളി ഉണ്ടാവുക അല്ലെങ്കിൽ ഒരു കുത്തക ഉണ്ടാകുക എന്ന് പറയുമ്പോഴേ എന്താണ്? അവരുടെ കയ്യിലായിരിക്കും ഫുൾ കൺട്രോൾ അല്ലേ. അപ്പോൾ അത് എന്തിലേക്കൊക്കെ കാരണമാകും എന്നുള്ളതാണ്? പ്രൈസ് കൂട്ടാനും അത് അവസാനം എന്തിലേക്ക് ലീഡ് ചെയ്യും? കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങൾക്ക് എതിരായിട്ടോ അല്ലെങ്കിൽ ആ ഒരു കൺസ്യൂമേഴ്സിൻ്റെ താല്പര്യങ്ങളൊക്കെ ബാധിക്കും എന്നുള്ളതാണ്. അതായത് പ്രൈസും കാര്യങ്ങളൊക്കെ കൂട്ടുകയോ അതിൻ്റെ ക്വാളിറ്റിയോ ക്വാണ്ടിറ്റിയോ ഒക്കെ അഫക്റ്റ് ചെയ്താലും ആർക്കും ചോദിക്കാൻ പറ്റത്തില്ല അല്ലേ. മറ്റൊരു ഓപ്ഷൻ നമ്മുടെ മുമ്പിൽ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ക്രിയേഷൻ ഓഫ് മൊണോപ്പൊളി. ലാസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ആണ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ആൻഡ് അൺഫെയർ ബിസിനസ് പ്രാക്ടീസസ്. നോക്കിക്കേ, അതായത് ഇൻ ഓർഡർ ടു മേക്ക് അൺഡ്യൂ പ്രോഫിറ്റ് കമ്പനീസ് മേ ക്രിയേറ്റ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഫോർ പ്രൊഡക്ട്സ്. ഷോർട്ടേജ് ഇൻ സപ്ലൈ റിസൾട്ട്സ് ഇൻ റൈസ് ഇൻ പ്രൈസ് ആൻഡ് ദെയർബൈ ഇൻക്രീസസ് പ്രോഫിറ്റ്. അതായത് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കമ്പനീസ് ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി ഉണ്ടാക്കും എന്നുള്ളതാണ്. അതായത് എന്താണ്, പ്രൊഡക്റ്റുകൾ ഇപ്പോൾ ലഭ്യമല്ല ഇല്ലെങ്കിൽ അതിൻ്റെ സപ്ലൈ കുറയുന്നു എന്ന് കാണുമ്പോൾ എന്ത് ചെയ്യും? നമ്മളൊക്കെ പോയി വാങ്ങും അല്ലേ. ഇനിയിപ്പോൾ എന്താണ്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അരിയുടെയൊക്കെ എക്സ്പോർട്ട് നിർത്തി എന്നൊക്കെ പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കൂടുതൽ പോയി വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യാൻ നോക്കും. ഇനിയിപ്പം കിട്ടാതാവുമല്ലോ എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റോക്ക് ചെയ്യും ഇല്ലേ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് വഴി എന്ത് ചെയ്യുകയാണ്? അവർ പെട്ടെന്ന് എന്ത് ചെയ്യും? പ്രൈസ് കൂട്ടും. കാരണം സാധനം കിട്ടാനില്ലല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യും? പ്രൈസൊക്കെ കൂട്ടുക. അപ്പോൾ എത്ര പ്രൈസ് കൂട്ടിയാലും നമ്മൾ ഇന്ന് വാങ്ങും. കാരണം എന്താണ്? ഇനി കിട്ടാനില്ല, ഷോർട്ടേജ് വരാൻ പോവുകയാണെന്ന് പറഞ്ഞാൽ നമ്മൾ പോയി വാങ്ങും അല്ലേ. അപ്പോൾ അവർ പ്രൈസ് കൂട്ടുകയും അതുവഴി അവർക്ക് കൂടുതൽ ലാഭം ഉണ്ടാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആർട്ടിഫിഷ്യൽ സ്കേഴ്സിറ്റി അവരെന്ത് ചെയ്യും? ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ് പ്രോഫിറ്റ് കൂട്ടാൻ വേണ്ടി. നെക്സ്റ്റ് ആണ് ഫോംസ് ഓർ മോഡ്സ് ഓർ സ്കീംസ് ഓഫ് പ്രൈവറ്റൈസേഷൻ. നോക്കിക്കേ, പ്രൈവറ്റൈസേഷൻ മെഷേഴ്സ് ക്യാൻ ടേക്ക് എനി ഓഫ് ദി ഫോളോയിങ് 3 ഫോംസ്. ഈ ഒരു 3 ഫോംസിൽ ഏതെങ്കിലും രീതിയിലായിരിക്കാം പ്രൈവറ്റൈസേഷൻ മെഷേഴ്സ് എടുക്കുന്നത്. നോക്കി, ഏതൊക്കെയാണ്? ഓണർഷിപ്പ് മെഷേഴ്സ്, ഓർഗനൈസേഷണൽ മെഷേഴ്സ്, ഓപ്പറേഷണൽ മെഷേഴ്സ്. ഏതൊക്കെയാണ്? ഓണർഷിപ്പ്, ഓർഗനൈസേഷനിൽ, ഓപ്പറേഷനിൽ. അതിൽ ആദ്യത്തേതാണ് ഓണർഷിപ്പ് മെഷേഴ്സ്. അപ്പോൾ ഇവിടെ പബ്ലിക് എൻ്റർപ്രൈസസിൻ്റെ ഓണർഷിപ്പ് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ ഇൻഡിവിജ്വലിനോ കോപ്പറേറ്റീവിനോ അല്ലെങ്കിൽ കമ്പനിക്കോ എന്ത് ചെയ്യാണ്? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു ഓണർഷിപ്പ് മെഷേഴ്സ് ഈ ഒരു 3 ഫോമിൽ നോക്കി ഇനി പറയാൻ പോകുന്ന 3 ഫോമിലായിരിക്കും നടക്കുന്നത്. അതിലാദ്യത്തേത് ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ, നെക്സ്റ്റ് ജോയിന്റ് വെഞ്ചർ, തേർഡ് വൺ ലിക്വിഡേഷൻ. അതിലാദ്യത്തേത് ടോട്ടൽ ഡീസെൻട്രലൈസേഷൻ ആണ്. നോക്കിക്കേ, അതായത് ഇവിടെ നമ്മൾ പൂർണ്ണമായിട്ടും അതായത് 100% എന്ത് ചെയ്യാണ്? ആ ഒരു പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങിൻ്റെ ഓണർഷിപ്പ് പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പോൾ ഇത്ര ഓർത്താൽ മതി. പൂർണ്ണമായിട്ട് ഇവിടെ എന്ത് ചെയ്യുകയാണ്? നമ്മൾ ഓണർഷിപ്പ് പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. 2 ജോയിന്റ് വെഞ്ചർ ആണ്. ദിസ് മീൻസ് partial transfer of ownership of a public sector enterprise to private sector.
അപ്പോൾ ഇവിടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഓണർഷിപ്പ് എന്ത് ചെയ്യാണ് നമ്മൾ ഭാഗികമായിട്ടാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇവിടെ പൂർണ്ണമായിട്ടല്ല, പകുതി മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. Joint venture can take several variations based on the proportion of ownership transferred to private sector. പ്രൈവറ്റ് സെക്ടറിലേക്ക് നമ്മൾ ആ ഒരു ഓണർഷിപ്പ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പ്രപ്പോർഷൻ്റെ ബേസിസിൽ നമുക്ക് ഈ ഒരു ജോയിന്റ് വെഞ്ചർ അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചർ ഏതെങ്കിലുമൊക്കെ വേരിയേഷനിൽ എടുക്കാമെന്നുള്ളതാണ്. നെക്സ്റ്റ് ലിക്വിഡേഷൻ ആണ്. Liquidation നോക്കിക്കേ, this involves sale of asset of a public sector enterprise to a person who may continue the operation of the enterprise or utilize it for any other purpose as per his interest. നോക്കിയേ, ഇവിടെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഒരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ സെല്ല് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ അയാൾ ഒന്നുമല്ലെങ്കിൽ ആ ഒരു എന്റർപ്രൈസിന്റെ ഓപ്പറേഷൻസ് തുടരും, അല്ല എങ്കിൽ അയാളുടെ പർപ്പസ് അനുസരിച്ച് അയാളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അയാൾ എന്ത് ചെയ്യും, അത് യൂട്ടിലൈസ് ചെയ്യുന്നുള്ളതാണ് മറ്റെന്തെങ്കിലും പർപ്പസിനായിട്ട്. നോക്കി, നെക്സ്റ്റ് ഓർഗനൈസേഷണൽ മെഷേഴ്സ് ആണ്. ഇവിടെ നമ്മൾ ഓണർഷിപ്പ് ഗിവപ്പ് ചെയ്യാതെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന് മുകളിലുള്ള ഗവൺമെന്റ് കൺട്രോൾ റെഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയേ, ഈ ഒരു ഓർഗനൈസേഷൻ മെഷേഴ്സും അഗെയിൻ 3 ഫോംസിലാകാം. അതിൽ ഫസ്റ്റ് വൺ ആണ് ഹോൾഡിംഗ് കമ്പനി സ്ട്രക്ചർ. നോക്കിക്കേ, ദിസ് സ്ട്രക്ചർ ഇസ് ഡിസൈൻഡ് ടു ലിമിറ്റ് ദ കൺട്രോൾ ഓഫ് ദ ഗവൺമെന്റ് ഇൻ ടോപ്പ് ലെവൽ ഡിസിഷൻസ് ആൻഡ് ഗീവ് സഫിഷ്യന്റ് ഓട്ടോണമി ടു ഓപ്പറേറ്റിംഗ് കമ്പനീസ് ഇൻ ദ ഡേ ടു ഡേ ഓപ്പറേഷൻസ്. നോക്കിയേ, അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടി ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ടോപ്പ് ലെവൽ ഡിസിഷനിലുള്ള ഗവൺമെന്റിന്റെ കൺട്രോൾ ലിമിറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതേപോലെ തന്നെ ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ ഓപ്പറേറ്റിംഗ് കമ്പനീസിന് മതിയായിട്ടുള്ള ഓട്ടോണമി കൊടുക്കാൻ വേണ്ടിയും. നെക്സ്റ്റ് നോക്കിയേ, ലീസിംഗ് ആണ്. ഇൻ ലീസിംഗ് ദ ഗവൺമെന്റ് ട്രാൻസ്ഫർ ദ അസറ്റ് ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ടു എ പ്രൈവറ്റ് എന്റർപ്രൈസ് ഫോർ ആൻ എഗ്രീഡ് പീരീഡ് ഓഫ് ടൈം. അതായത് ഒരു എഗ്രീഡ് പീരീഡ് ഓഫ് ടൈമിലേക്ക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ അസറ്റ് പ്രൈവറ്റ് എന്റർപ്രൈസസിലേക്ക് എന്ത് ചെയ്യാണ്, ഗവൺമെന്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ദ ഗവൺമെന്റ് എൻജോയ് ദ റൈറ്റ് ടു റീകൺസിഡർ ദ ലീസ് എഗ്രിമെന്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ആൻഡ് മേ ട്രാൻസ്ഫർ ദ അസറ്റ് ടു എനി അതർ പ്രൈവറ്റ് എന്റർപ്രൈസ്. അതായത് ഈ ഒരു ഗവൺമെന്റിന് എന്തിനുള്ള റൈറ്റ് ഉണ്ട്, ഈ ഒരു ലീസ് എഗ്രിമെന്റ് റീകൺസിഡർ ചെയ്ത് അല്ലെങ്കിൽ ഏതൊരു പോയിന്റ് ഓഫ് ടൈമിലും അത് റീകൺസിഡർ ചെയ്ത് മറ്റൊരു പ്രൈവറ്റ് എന്റർപ്രൈസസിന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള റൈറ്റ് ആർക്കുണ്ട്, ഗവൺമെന്റിന് ഉണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് റീസ്ട്രക്ചറിങ് ആണ്. ഈ ഒരു റീസ്ട്രക്ചറിങ് 2 തരമാണ്. നോക്കിയേ, ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ്ങും ബേസിക് റീസ്ട്രക്ചറിങ്ങും. അതിൽ ആദ്യത്തേത് ഫിനാൻഷ്യൽ റീസ്ട്രക്ചറിങ് ആണ്. In this restructuring, accumulated losses of a public sector enterprises are written off and its capital composition is rationalized in respect of debt equity ratio. നോക്കി, ഈ ഒരു ഫിനാൻഷ്യൽ സ്ട്രക്ചറിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന്റെ ഒക്കെ അക്യുമുലേറ്റഡ് ലോസസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ എഴുതി തള്ളുകയാണ്, റിട്ടേൺ ഓഫ് ചെയ്യുകയാണ്. അതിനുശേഷം എന്ത് ചെയ്യണം, അതിന്റെ ക്യാപിറ്റൽ കമ്പോസിഷൻ ഒക്കെ ഡെറ്റ് ഇക്വിറ്റി റേഷ്യോയുടെ ബേസിസിൽ എന്ത് ചെയ്യണം, റാഷണലൈസ് ചെയ്യുകയാണ്. 2 ബേസിക് സ്ട്രക്ചർ ആണ്. ദിസ് ഈസ് റീഡിഫൈനിങ് ദ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ടു ബി പെർഫോംഡ് ബൈ എ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഇൻ ഫ്യൂച്ചറിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് പെർഫോം ചെയ്യേണ്ട കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ എന്ത് ചെയ്യാണ്, ഇവിടെ റീഡിഫൈൻ ചെയ്യുകയാണ് അല്ലേ. ഓക്കെ, പാർട്ട് ഓഫ് ദ ഓപ്പറേഷൻസ് ഓഫ് large PSEs may be entrusted to small PSEs or other public sector undertakings. അതായത് ലാർജ് PSEസിൻ്റെ അല്ലെങ്കിൽ ലാർജ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൻ്റെ ഒക്കെ ഓപ്പറേഷൻസിൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യുകയാണ്, സ്മോൾ PSEസിനോ അല്ലെങ്കിൽ മറ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനോ എന്ത് ചെയ്യാണ്, എൻട്രസ്റ്റ് ചെയ്യുകയാണ്. ലാസ്റ്റ് വൺ ആണ് ഓപ്പറേഷണൽ മെഷേഴ്സ്. ദീസ് മെഷേഴ്സ് ഇൻക്ലൂഡ്സ് ഓഫറിംഗ് ഓട്ടോണമി ടു PSEs in decision making, giving incentives to employees in accordance with their efficiency or productivity and permitting PSEs to raise funds from ക്യാപിറ്റൽ മാർക്കറ്റ്. നോക്കിക്കേ, അതായത് ഡിസിഷൻ മേക്കിങ്ങിലും അതേപോലെ തന്നെ എംപ്ലോയീസിന് അവരുടെ എഫിഷ്യൻസിയുടെയും പ്രൊഡക്ടിവിറ്റിയുടെ ഒക്കെ അനുസൃതമായിട്ട് എംപ്ലോയീസിന് ഇൻസെൻറ്റീവ്സ് കൊടുക്കാനും അതുപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാനും ഒക്കെയുള്ള ആ ഒരു ഓട്ടോണമി എന്ത് ചെയ്യുകയാണ്, പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിന് ഓഫർ ചെയ്യുകയാണ്. അപ്പോൾ നോക്കിയേ, ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഓപ്പറേഷണൽ പ്രൈവറ്റൈസേഷൻ ഇസ് ടു റെഡ്യൂസ് ഗവൺമെന്റ് കൺട്രോൾ ഓവർ ദ എന്റർപ്രൈസ്. അപ്പോൾ ഈ ഒരു ഓപ്പറേഷണൽ പ്രൈവറ്റൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ബേസിക് ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്, ഗവൺമെന്റ് കൺട്രോൾ കുറയ്ക്കുക എന്നുള്ളതാണ്. നെക്സ്റ്റ് മെഷേഴ്സ് ഓഫ് പ്രൈവറ്റൈസേഷൻ ഇൻ ഇന്ത്യയാണ്. അപ്പോൾ നമുക്കറിയാം, ഇന്ത്യയിൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള ഒരു വേർഡ് എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്, പ്രൈവറ്റൈസേഷൻ പ്രോസസ്സിനെയാണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. അപ്പോൾ നോക്കിയേ, ഇമ്പോർട്ടൻറ്റ് സ്റ്റേജസ് ഓഫ് പ്രൈവറ്റൈസേഷൻ. നോക്കിയേ, the first one ആണ് the industrial policy statement in 1991 state that the government did not want to maintain all the public enterprises owned by it. It reviewed public sector in 3 dimensions: strategic, high tech and essential infrastructure.
1991 ഇൻഡസ്ട്രിയൽ പോളിസി സ്റ്റേറ്റ്മെന്റ് പ്രകാരം ഗവൺമെന്റിന് അത് ഓൺ ചെയ്തിട്ടുള്ള എല്ലാ പബ്ലിക് എന്റർപ്രൈസസും മെയിൻറ്റെയിൻ ചെയ്യണം എന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതെന്ത് ചെയ്യുകയാണ്, ആ ഒരു പബ്ലിക് സെക്ടറിനെ 3 ഡയമെൻഷൻസ് ആയിട്ട് റിവ്യൂ ചെയ്യുകയാണ്: സ്ട്രാറ്റജിക്, ഹൈടെക് ആൻഡ് എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. അപ്പോൾ ഡിസിൻവെസ്റ്റ്മെന്റ് വേണ്ടി അത് 6 കാറ്റഗറീസ് ആയിട്ട് എന്ത് ചെയ്യണം, മെൻഷൻ ചെയ്യുകയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ബേസ്ഡ് ഓൺ ലോ ടെക്നോളജിയെ ബേസ് ചെയ്തിട്ടുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, അതുപോലെ തന്നെ സ്മോൾ സ്കെയിൽ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, അതുപോലെ തന്നെ എന്താണ് ഇൻഎഫിഷ്യന്റ് ആയിട്ടുള്ള അൺപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്, അതുപോലെ നോക്കിയാൽ PSC ഹാവിംഗ് ലോ ഓർ നീൽ സോഷ്യൽ കൺസിഡറേഷൻ ഓഫ് പബ്ലിക് പർപ്പസ്. അതായത് ഈ ഒരു പബ്ലിക്കിന് വലിയ തോതിലുള്ള സോഷ്യൽ കൺസിഡറേഷൻ ഒന്നും കൊടുക്കാത്ത തരത്തിലുള്ള പബ്ലിക് എന്റർപ്രൈസസ് തുടങ്ങിയവയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റൈസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നോക്കിക്കേ, ഏരിയാസ് വെയർ ദ പ്രൈവറ്റ് സെക്ടർ ഹാസ് ഡെവലപ്ഡ് സഫിഷ്യന്റ് എക്സ്പെർട്ടൈസ് ആൻഡ് റിസോഴ്സസ്. അതായത് മതിയായിട്ടുള്ള എക്സ്പെർട്ടൈസും റിസോഴ്സസും ഒക്കെ പ്രൈവറ്റ് സെക്ടർ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഏരിയാസ് തുടങ്ങിയവയൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഡിസിൻവെസ്റ്റ്മെന്റ് വഴി പ്രൈവറ്റൈസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കിയേ, ഇൻ 1996 എ ഡിസിൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ വാസ് സെറ്റ് അപ്പ് ബൈ ദ ഗവൺമെന്റ് ടു സ്റ്റഡി ദ വേരിയസ് ആസ്പെക്ട് ഓഫ് ദ ഡിസിൻവെസ്റ്റ്മെന്റ് ഇൻ ദ കൺട്രി. അപ്പോൾ നോക്കിയാൽ നമ്മുടെ രാജ്യത്തുള്ള ഡിസിൻവെസ്റ്റ്മെന്റിന്റെ വിവിധ ആസ്പെക്റ്റുകൾ പഠിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പഠനം നടത്താൻ വേണ്ടി ഗവൺമെന്റ് 1996 ഒരു ഡിസിൻവെസ്റ്റ്മെന്റ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയാണെന്ന് നോക്കിക്കേ, ടു advise the government on disinvestment of the public sector units that are referred to it by the government. അതായത് ഈ പറഞ്ഞിട്ടുള്ള പബ്ലിക് സെക്ടർ യൂണിറ്റുകളുടെ ഡിസിൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഗവൺമെന്റിനെ അഡ്വൈസ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് നോക്കിക്കേ, അതായത് ഡിസിൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജിക്ക് 3 ലോങ് ടൈം ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ ഒരു കമ്മീഷൻ സജസ്റ്റ് ചെയ്യുന്നത്. നോക്കി അത് ഏതൊക്കെയാണെന്ന്: സ്ട്രെങ്തൻ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ഇൻ ഓർഡർ ടു ഫെസിലിറ്റേറ്റ് ഡിസിൻവെസ്റ്റ്മെന്റ്. അതായത് ആ ഒരു ഡിസിൻവെസ്റ്റ്മെന്റ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് എന്ത് ചെയ്യുക, സ്ട്രെങ്തേൺ ചെയ്യുക. അതുപോലെ നോക്കിക്കേ, എംപ്ലോയീസിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. അതേപോലെ നോക്കിയേ, ഇൻക്രീസ് റെസിപ്റ്റ്സ് ഫോർ ഗവൺമെന്റ് വേണ്ടിയുള്ള റെസിപ്റ്റ്സ് അല്ലെങ്കിൽ റവന്യൂസ് എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. Okay, next the categorization of PSU selected for ഡിസിൻവെസ്റ്റ്മെന്റ് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിന്റെ കാറ്റഗറീസ് ആണ്. പ്രധാനമായിട്ട് 3 ഗ്രൂപ്പുകളായിട്ടാണ് വരുന്നത്: സ്ട്രാറ്റജിക് ഗ്രൂപ്പ്, കോർ ഗ്രൂപ്പ്, നോൺ കോർ ഗ്രൂപ്പ്. അതിൽ ആദ്യത്തേതാണ് സ്ട്രാറ്റജിക് ഗ്രൂപ്പ്. അതായത് ഈ ഒരു ഗ്രൂപ്പിനകത്ത് വരുന്ന കാര്യങ്ങൾ നമുക്ക് അതിനകത്ത് ഡിസിൻവെസ്റ്റ്മെന്റ് അലൗഡ് അല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിൽ എന്താ അലൗഡ് അല്ല, ഡിസിൻവെസ്റ്റ്മെന്റ് അലൗഡ് അല്ല. അത് 3 കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്: ആംസ് ആൻഡ് അമ്യൂണിഷൻ ആൻഡ് അലൈഡ് ഐറ്റംസ് ഓഫ് ഡിഫൻസ് എക്യുപ്മെന്റ്, അതുപോലെ നോക്കിയേ അറ്റോമിക് എനർജി ആൻഡ് റിലേറ്റഡ് മെറ്റീരിയൽസ്, റെയിൽവേ ട്രാൻസ്പോർട്ട്. ഓക്കെ, ഈ ഒരു ആംസ് ആൻഡ് അമ്യൂണേഷൻ എന്ന് വെച്ചാൽ എന്താണ്, വെടിമരുന്ന്, ബോംബ്, അതുപോലെ തന്നെ എന്താണ് ഡിഫൻസ് എക്യുപ്മെന്റ്, ഡിഫൻസ് എയർക്രാഫ്റ്റ്, വാർഷിപ്പ് തുടങ്ങിയ അങ്ങനെ ഡിഫൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ വരുന്നത്. അതേപോലെ തന്നെ അറ്റോമിക് എനർജി, അതുപോലെ റിലേറ്റഡ് മെറ്റീരിയൽസ് ഒക്കെയാണ് അതിനകത്ത് രണ്ടാമതിനകത്ത് വരുന്നത്. 3 റെയിൽവേ, അത് നമുക്കറിയാലോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു 3 കാര്യങ്ങളിൽ എന്ത് പാടില്ല, ഡിസിൻവെസ്റ്റ്മെന്റ് അവിടെ അലൗഡ് അല്ല എന്നുള്ളതാണ്. അതൊരിക്കലും പ്രൈവറ്റൈസേഷന് വേണ്ടി പ്രൈവറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. 2 കോർ ഗ്രൂപ്പാണ്. ഇതിനകത്ത് ഉൾപ്പെടുന്നത് ക്യാപിറ്റൽ ആൻഡ് ടെക്നോളജി ഇൻറ്റൻസീവ് ആയിട്ടുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആണ്. അതായത് ഇപ്പോൾ ടെലികോം, പവർ ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ, അതുപോലെ തന്നെ എന്താണ് പെട്രോളിയം എക്സ്പ്ലോറേഷൻ, റിഫൈനിങ് പോലെയുള്ളവയൊക്കെയാണ് ഈ ഒരു കോർ ഗ്രൂപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഇതിൽ 51%, അതായത് ഇത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സിൻ്റെ 51% ഇക്വിറ്റീസ് ആയിരിക്കും ഗവൺമെൻറ് ഹോൾഡ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നത്. ബാക്കി 49% ആരുടെ ആയിരിക്കും, പ്രൈവറ്റിൻ്റെ ആയിരിക്കും. 3 നോൺ കോർ ഗ്രൂപ്പാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് വിച്ച് ആർ നോട്ട് ഹാവിംഗ് എനി സ്പെഷ്യൽ or unique responsibilities. Here the disinvestment could be up to 74% or more. നോക്കിയേ, ഇവിടെ ഒരു പ്രത്യേകിച്ച് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലാത്ത പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്സ് ആയിരിക്കും ഈ ഒരു നോൺ കോർ ഗ്രൂപ്പിനകത്ത് വരുന്നത്. ഇവിടുത്തെ ഡിസിൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 74% അതിലധികമോ ആവാമെന്നുള്ളതാണ്. ഓക്കെ, 4ാമത്തെ പോയിന്റാണ് പ്രൊസീജിയർ ഫോർ ഡിസിൻവെസ്റ്റ്മെന്റ് ക്യാൻ ബി ഇൻ 4 ഫോംസ്. 4 ഫോമിലായിരിക്കാം ഈ ഒരു ഡിസിൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഒന്ന് നോക്കി, ഡയറക്റ്റ് സെയിൽ ഓഫ് ഷെയർസ് അറ്റ് എ ഫിക്സഡ് പ്രൈസ് ഓർ ബൈ എ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. അതായത് ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെയോ അല്ല എങ്കിൽ ഒരു ഫിക്സഡ് പ്രൈസസിൽ ഉള്ള ഷെയർസിൻ്റെ ഡയറക്റ്റ് സെയിൽ ആകാം. നോക്കി, 2 സ്ട്രാറ്റജി സെയിലാണ്. അതായത് എന്താണ്, പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസിൻ്റെ 26 മുതൽ 51% വരെ ആയിരിക്കാം സെയിലിന് വേണ്ടി ഓഫർ ചെയ്യുന്നത്. 3 നോക്കിയേ, സെയിൽ ആഫ്റ്റർ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. അതായത് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിന് ശേഷമായിരിക്കും ഇവിടെ സെയിൽ എന്ന് പറയുന്നത്. 4 ലീസിങ് ആണ്.
Okay, അഞ്ചാമത്തെ പോയിന്റ്, എ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ദ ഗവൺമെന്റ് ടു സ്പീഡ് അപ്പ് ദ പ്രോസസ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഇൻ ദ കൺട്രി. അതായത് നമ്മുടെ രാജ്യത്തുള്ള ആ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റിന്റെ പ്രോസസ്സ് സ്പീഡ് അപ്പ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് ഒരു ഡിപ്പാർട്ട്മെന്റ് നോക്കി ഡിസ്ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടിയുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യാണ്, എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ്. അപ്പോൾ അതൊരു നോഡൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് പ്രോസസ്സ് ആക്സലറേറ്റ് ചെയ്യാൻ വേണ്ടി. നെക്സ്റ്റ് ടോപ്പിക്കാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു തന്നെയാണ് ഇതിനകത്തും പറയുന്നത്. നോക്കിയാൽ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ടിപ്പിക്കലി റെഫേഴ്സ് ടു സെയിൽ ഓഫ് ലോസ് മേക്കിംഗ് ഗവൺമെന്റ് ഓൺഡ് എന്റർപ്രൈസസ് പാർഷ്യലി ഓർ ഫുള്ളി എയ്തർ as a strategic move for the company or for raising resources to meet a general or a specific needs. ഓക്കെ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഗവൺമെന്റ് ഓൺ ചെയ്യുന്ന ഒരു ലോസ് മേക്കിംഗ് എന്റർപ്രൈസ് എന്ത് ചെയ്യാണ്, ഭാഗികമായിട്ടോ പൂർണ്ണമായിട്ടോ എന്ത് ചെയ്യണം, സെല്ല് ചെയ്യുകയാണ് അല്ലേ. അതായത് കമ്പനിക്ക് വേണ്ടിയുള്ള ഒരു സ്ട്രാറ്റജിക് മൂവ് ആയിട്ടോ അല്ല എങ്കിൽ ഒരു ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് നീഡ്സ് മീറ്റ് ചെയ്യാൻ വേണ്ടി റിസോഴ്സസ് റേസ് ചെയ്യാൻ വേണ്ടിയോ ആയിരിക്കും ഇങ്ങനെ ചെയ്യുന്നത്. ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ഈസ് റിസോർട്ടഡ് ടു റിഡ്യൂസ് ദ ഫിനാൻഷ്യൽ ബർഡൻ ഓഫ് ദ ഗവൺമെന്റ്, റേസ് ഫണ്ട് ഫോർ എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ടു എൻകറേജ് എ വൈഡർ ഷെയർ ഓഫ് ഓണർഷിപ്പ്. അപ്പോൾ ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്തിനൊക്കെ വേണ്ടിയാണെന്നാണ് പറയുന്നത്, ഗവൺമെന്റിന്റെ ഫിനാൻഷ്യൽ ബർഡൻ കുറയ്ക്കാൻ വേണ്ടി, അതേപോലെ തന്നെ എക്കണോമിക് ഗ്രോത്തിന് വേണ്ടി, ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയും ആ ഒരു ഓണർഷിപ്പിന്റെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയും ഒക്കെയാണ് ഈ ഒരു ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. ഓക്കെ, അതിൽ ആദ്യത്തെ ഒബ്ജക്റ്റീവ് ആണ് ടു റിലീസ് ദ ലാർജ് എമൗണ്ട് ഓഫ് പബ്ലിക് റിസോഴ്സസ് ലോക്ക്ഡ് അപ്പ് ഇൻ നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആൻഡ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദീസ് റിസോഴ്സസ് ഇൻ ഏരിയാസ് ഓഫ് ഹയർ സോഷ്യൽ ഇമ്പോർട്ടൻസ് സച്ച് ആസ് ബേസിക് ഹെൽത്ത്, ഫാമിലി വെൽഫെയർ, പ്രൈമറി എഡ്യൂക്കേഷൻ, എസെൻഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റെഡ്യൂസിങ് ദ പബ്ലിക് ഡെറ്റ്. അതായത് ഇവിടെ എന്താണ് പറയുന്നത്, അതായത് നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ അവിടെ ലോക്കായി കിടക്കുന്ന വലിയ തോതിലുള്ള പബ്ലിക് റിസോഴ്സസിനെയൊക്കെ റിലീസ് ചെയ്തുകൊണ്ട് അതിനെ എവിടേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനാണ് പറയുന്നത്. അതായത് ബേസിക് ഹെൽത്ത്, ഫാമിലി വെൽഫെയർ, പ്രൈമറി എഡ്യൂക്കേഷൻ പോലെയുള്ള വലിയ തോതിലുള്ള സോഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസിലേക്ക് ആ ഒരു റിസോഴ്സസിലേക്ക് എന്ത് ചെയ്യുക, റീഡിസ്ട്രിബ്യൂട്ട് ചെയ്തുകൊണ്ട് പബ്ലിക് ഡെറ്റ് കുറയ്ക്കുക. രണ്ട് നോക്കിക്കേ, പ്രിവെന്റ് ഫർദർ ഔട്ട്ഫ്ലോ ഓഫ് സ്കേഴ്സ് പബ്ലിക് റിസോഴ്സസ് ഫോർ മെയിൻറ്റെയിനിങ് ദ അൺവയബിൾ നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ്. അതായത് അൺവയബിൾ ആയിട്ടുള്ള നോൺ സ്ട്രാറ്റജിക് പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ഉണ്ടല്ലോ, അതായത് നഷ്ടം മാത്രം ഉണ്ടാക്കുന്ന തരത്തിലുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസ്, അതിനെ ഒരു പ്രോഫിറ്റിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് എന്തെങ്കിലും തരത്തിലുള്ള സ്കേഴ്സ് ആയിട്ടുള്ള പബ്ലിക് റിസോഴ്സസ് ഒക്കെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ വീണ്ടുമുള്ള ഔട്ട്ഫ്ലോ എന്ത് ചെയ്യുക, പ്രിവെൻറ്റ് ചെയ്യുക. അതുപോലെ അതായത് ഇപ്പം നഷ്ടം മാത്രം ഉണ്ടാക്കുന്നതിലേക്ക് വീണ്ടും നമ്മൾ എത്ര കൊണ്ടുവന്നാലും ഇല്ലെങ്കിൽ അത്ര സ്കേഴ്സ് ആയിട്ടുള്ള പബ്ലിക് റിസോഴ്സസ് കൊണ്ടുവരേണ്ട കാര്യമുണ്ടോ, ഇല്ല. അത് നമുക്കൊരു എന്താണ് അതിൻ്റെ ഔട്ട്ഫ്ലോ വീണ്ടും വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഡെപ്റ്റിലേക്ക് കൊണ്ടുപോകത്തേ ഉള്ളൂ അല്ലേ. അപ്പോൾ അതെന്ത് ചെയ്യുക, തടയിടുക. അതുപോലെ നോക്കിയേ, ട്രാൻസ്ഫർ ഇൻ ദ കൊമേഴ്ഷ്യൽ റിസ്ക് ഓഫ് പബ്ലിക് സെക്ടർ ടു പ്രൈവറ്റ് സെക്ടർ. അതായത് പബ്ലിക് സെക്ടറിൻ്റെ ആ ഒരു കൊമേഴ്ഷ്യൽ റിസ്ക് എന്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, പ്രൈവറ്റ് സെക്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. അതുപോലെ നോക്കിയേ, റിലീസ് ഇൻ ദ ലാർജ് മാൻ പവർ ലോക്ക്ഡ് അപ്പ് ഇൻ ദ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസ് ആ റീഡിപ്ലോയ്മെന്റ് ഓഫ് ദീസ് ഹ്യൂമൻ റിസോഴ്സസ് ടു എ ഹൈ പ്രയോറിറ്റി സെക്ടർ ദാറ്റ് ആർ ഷോർട്ട് ഓഫ് ഇറ്റ്. അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പബ്ലിക് സെക്ടർ എന്റർപ്രൈസസിൽ നമ്മളവിടെ റിസോഴ്സസ് ആണ് പറഞ്ഞതെങ്കിൽ ഇവിടെ എന്താണ്, ഹ്യൂമൻ റിസോഴ്സിനെ പറ്റിയാണ് പറഞ്ഞത് അല്ലേ. അതായത് അവിടെ ലോക്കായിട്ടുള്ള ആ ഒരു മാൻ പവറിനെ നമ്മൾ എന്ത് ചെയ്യുക, റിലീസ് ചെയ്തുകൊണ്ട് അതിനെ ഹയർ പ്രയോറിറ്റി സെക്ടേഴ്സിലേക്ക് എന്ത് ചെയ്യുക, റീഡിപ്ലോയ് ചെയ്യുക എന്നാണ് പറയുന്നത്. Next, okay, to ensure market disciplines among the private companies by forcing them to become more efficient and to manage their business in a professional manner. അതായത് പ്രൈവറ്റ് കമ്പനീസിനിടയിൽ ഒരു മാർക്കറ്റ് ഡിസിപ്ലിൻ എന്ത് ചെയ്യുക, കൊണ്ടുവരിക. എങ്ങനെ, അവരെ കൂടുതൽ എഫിഷ്യൻ്റായി നിലനിൽക്കാനും അതേപോലെ തന്നെ അവരുടെ ബിസിനസ് പ്രൊഫഷണൽ മാനറിൽ മാനേജ് ചെയ്യാനും ഒക്കെ അവരെ ഫോഴ്സ് ചെയ്തുകൊണ്ട് ഒരു പ്രൈവറ്റ് കമ്പനീസിനിടയിൽ ഒരു മാർക്കറ്റ് ഡിസിപ്ലിന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ്, ഓക്കെ, ടു ഫെസിലിറ്റേറ്റ് വൈഡർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് ത്രൂ ഓഫറിംഗ് ഓഫ് ഷെയർസ് ഓഫ് പ്രൈവറ്റൈസ്ഡ് companies to small investors and employees. ഓക്കെ, വെൽത്തിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എന്ത് ചെയ്യുക, ഫെസിലിറ്റേറ്റ് ചെയ്യുക അല്ലേ. എങ്ങനെയാണെന്ന് നോക്കിക്കേ, അതായത് പ്രൈവറ്റൈസ്ഡ് കമ്പനീസിൻ്റെ, അതായത് നമ്മൾ പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്ന കമ്പനീസിൻ്റെയൊക്കെ ഷെയർസ് സ്മോൾ ഇൻവെസ്റ്റേഴ്സിനും എംപ്ലോയീസിനും ഒക്കെ ഷെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, ആ ഒരു വെൽത്ത് എന്ത് ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. നെക്സ്റ്റ്, ഓക്കെ, ടു പ്രൊവൈഡ് ബെറ്റർ ക്വാളിറ്റി ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ് ടു കസ്റ്റമേഴ്സിന് നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സും സർവീസസും ഒക്കെ എന്ത് ചെയ്യുക, ഓഫർ ചെയ്യുക അല്ലേ. അതെങ്ങനെയാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, കോമ്പറ്റീഷൻ ഉണ്ടാവുകയും ആ ഒരു കോമ്പറ്റീഷൻ
മാർക്കറ്റിൽ ഒരു കോമ്പറ്റേറ്റീവ് എഡ്ജ് ലഭിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റിൽ കോമ്പറ്റേറ്റീവ് എഡ്ജ് ലഭിക്കാൻ വേണ്ടി അവർ എന്ത് ചെയ്യണം, പ്രൊഡക്റ്റിലും സർവീസസിൻ്റെയൊക്കെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ഒരു എഫേർട്ട് എടുക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ടു ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ഇൻക്രീസസ് ടാക്സ് റവന്യൂ ഫോർ ബിൽഡിംഗ് എ സ്ട്രോങ് എക്കണോമി. അതായത് കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ജനറേറ്റ് ചെയ്യുകയും അതേപോലെ തന്നെ ടാക്സ് റവന്യൂസ്, അതായത് നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എക്കണോമി ബിൽഡ് ചെയ്യാൻ വേണ്ടി ടാക്സ് റവന്യൂസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിനകത്ത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആണ് ഗ്ലോബലൈസേഷൻ. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ എന്നൊക്കെ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ LPGക്കകത്തെ മൂന്നാമത്തെ ടേമാണ് ഗ്ലോബലൈസേഷൻ. ഓക്കെ, ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻറ്റയർ വേൾഡിനെ അവിടെ നമ്മൾ സിംഗിൾ മാർക്കറ്റ് ആയിട്ടായിരിക്കും അവിടെ ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഗ്ലോബലൈസേഷൻ ഇസ് ദ കോമ്പിനേഷൻ ഓഫ് നാഷണൽ എക്കണോമീസ് അക്രോസ് ദ വേൾഡ് ഇൻ ടു ഇൻ്റർനാഷണൽ എക്കണോമി ത്രൂ ട്രേഡ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, ക്യാപിറ്റൽ ഫ്ലോ, മൈഗ്രേഷൻ ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ടെക്നോളജി. അതായത് ട്രേഡിലൂടെയും FDIയിലൂടെയും ക്യാപിറ്റൽ ഫ്ലോയിലൂടെയും മൈഗ്രേഷനിലൂടെയും ടെക്നോളജിയുടെ എക്സ്ചേഞ്ചിലൂടെയും ഒക്കെ തന്നെ എന്താണ്, ലോകമെമ്പാടുമുള്ള നാഷണൽ എക്കണോമീസിനെ ഇൻ്റർനാഷണൽ എക്കണോമിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കമ്പൈൻ ചെയ്യുന്നതിനാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇൻ ദ എക്കണോമിക് കോണ്ടെക്സ്റ്റ് ഗ്ലോബലൈസേഷൻ ഇസ് ദ പ്രോസസ് that aims at joining together different world market into single global market. നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ വേൾഡ് മാർക്കറ്റുകളെ നമ്മൾ എന്ത് ചെയ്യണം, ഒരൊറ്റ ഗ്ലോബൽ മാർക്കറ്റ് ആക്കുക എന്നുള്ള എയിമോട് കൂടിയുള്ള ഒരു പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. The major objective of globalization is the reduction and removal of trade barriers between national borders in order to facilitate flow of goods, capital, service, labor and technology. അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ട്രേഡ് ബാരിയേഴ്സ് എന്ത് ചെയ്യുക, റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിലൊരു റിഡക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. എന്തിനു വേണ്ടിയാണ്, ഈ ഒരു ഗുഡ്സിൻ്റെയും ക്യാപിറ്റലിൻ്റെയും സർവീസസിൻ്റെയും ടെക്നോളജിയുടെയൊക്കെ ഫ്രീ ഫ്ലോ എൻഷുർ ചെയ്യാൻ വേണ്ടിയാണ്. നോക്കിയേ, ഒന്നുകൂടി സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ ട്രേഡ് എൻകറേജ് ചെയ്യാൻ വേണ്ടി, അതായത് നമ്മുടെ രാജ്യത്ത് മാത്രം ഒതുങ്ങി നിൽക്കാതെ നമുക്ക് പുറത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള രാജ്യത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ എത്തിക്കാനും, അല്ലെങ്കിൽ അവിടുത്തെ ടെക്നോളജി ഇവിടേക്ക് കൊണ്ടുവരാനും. അപ്പോൾ അത്തരത്തിൽ ആ ഒരു ബാരിയർ ഇല്ലാതെ, ഒരു ട്രേഡ് ബാരിയർ ഇല്ലാതെ ഈ പറഞ്ഞിട്ടുള്ള പോലെ എന്താണ് ട്രേഡും കാര്യങ്ങളൊക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്രോസസ്സാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് features of globalization ആണ്. Globalization is an amalgamation of economies and societies through cross-country flow of goods, services, information, ideas, technologies and ക്യാപിറ്റൽ. അതായത് സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അതുപോലെ തന്നെ എന്താണ് ഇൻഫോർമേഷൻ, ഐഡിയാസ് തുടങ്ങിയവയുടെയൊക്കെ ക്രോസ് കൺട്രി ഫ്ലോയിലൂടെ എക്കണോമീസിൻ്റെയും സൊസൈറ്റീസിൻ്റെയും ഒക്കെ ഒരു അമാൽഗമേഷൻ, ഒരു കൂടിച്ചേരലാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഇറ്റ് ഡെവലപ്സ് എക്സ്റ്റെൻസീവ് വേൾഡ് വൈഡ് എക്കണോമിക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ നേഷൻസ്. രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വേൾഡ് വൈഡ് എക്കണോമിക് റിലേഷൻഷിപ്പ് ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊരു ആഗോള സാമ്പത്തിക ബന്ധം ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ഇറ്റ് ഈസ് എ ലിബറലൈസേഷൻ ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ്. നമ്മൾ പറഞ്ഞു ട്രേഡ് ബാരിയേഴ്സും കാര്യങ്ങളും ഒക്കെ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള അല്ലേ. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിൻ്റെ ഒരു ലിബറലൈസേഷനാണ് ഈ ഒരു ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ നോക്കിയേ, ദർ ആർ ഹ്യൂജ് ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് ആളുകളുടെ ആ ഒരു ക്രോസ് ബോർഡർ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ഇറ്റ് ഈസ് എ പ്രോസസ് ദാറ്റ് എയിംസ് അറ്റ് ജോയിനിങ് ടുഗദർ ഡിഫറെൻറ്റ് വേൾഡ് മാർക്കറ്റ് ഇൻ ടു എ സിംഗിൾ ഗ്ലോബൽ മാർക്കറ്റ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വിവിധ വേൾഡ് മാർക്കറ്റുകളെ ഒരു സിംഗിൾ ഗ്ലോബൽ മാർക്കറ്റ് ആക്കുക, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ മാർക്കറ്റിലേക്ക് ജോയിൻ ചെയ്യുക എന്നുള്ള എയിമോടുകൂടിയുള്ളൊരു പ്രോസസ്സാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ആണ്. നോക്കി, ഗ്ലോബലൈസേഷൻ്റെ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്താണ്, കൺസ്യൂമേഴ്സ് ഗെറ്റ് വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്. കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് വിവിധ തരത്തിലുള്ള പ്രൊഡക്റ്റുകളും സർവീസസുകളും ലഭ്യമാണ് എന്നുള്ളതാണ്. അതായത് അവരുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യാതെ അവർ ആഗ്രഹിക്കുന്ന ബ്രാൻഡിലുള്ള പ്രൊഡക്റ്റുകളും സർവീസസുകളും ഒക്കെ അവർക്ക് അവിടെ ലഭ്യമാണ് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ട്രേഡിലേക്ക് വരുമ്പോൾ അല്ലേ. നെക്സ്റ്റ് നോക്കിയേ, increased flow of investment from developed countries to developing countries which can be used for economic development. അതായത് ഡെവലപ്ഡ് കൺട്രീസിൽ നിന്ന്, അതായത് വികസിത രാജ്യങ്ങളിൽ നിന്ന് ഈ ഒരു ഡെവലപ്പിംഗ് കൺട്രീസിലേക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഫ്ലോ ഇൻക്രീസ് ചെയ്യുന്നത് വഴി ആ ഒരു എമൗണ്ട് നമുക്ക് എന്തിനു വേണ്ടി യൂസ് ചെയ്യാം, എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. Next, okay, increased flow of information between countries and greater cultural interactions which helps to overcome cultural barriers. അതായത് രാജ്യങ്ങൾ തമ്മിലുള്ള ഇൻഫോർമേഷൻ്റെ ഫ്ലോ അവിടെ വർദ്ധിക്കുകയാണ് അല്ലേ. അതേപോലെ തന്നെ സ്വാഭാവികമായിട്ടും രാജ്യങ്ങൾ തമ്മിലാകുമ്പോൾ അവിടെ കൾച്ചറൽ ഇൻട്രാക്ഷൻസ് ഉണ്ടാവുകയും കൾച്ചറൽ ബാരിയേഴ്സ് ഓവർകം ചെയ്യാൻ സഹായിക്കുകയും ചെയ്യും അല്ലേ. നമുക്ക് തന്നെ അറിയാം, നമ്മൾ പണ്ടൊക്കെ പുറത്തുനിന്ന് ഭക്ഷണമൊക്കെ കഴിക്കുന്നത് വളരെ കുറവായിരുന്നു അല്ലേ. അതുകൊണ്ട് ഇപ്പോഴോ അത് നമ്മുടെ ഒരു റുട്ടീനായി മാറിയിരിക്കുകയാണ് അല്ലേ. അതായത് നമ്മൾ ഡെയിലിയോ അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, പുറത്ത് പോയി ഫുഡൊക്കെ കഴിക്കാറുണ്ട്.
അപ്പോൾ അത് നമ്മുടെ ഒരു കൾച്ചറിൽ വന്ന ഒരു ചേഞ്ച് ആണ് അല്ലേ. അതേപോലെ തന്നെ ഇപ്പം എന്താണ് നമ്മുടെ ഡ്രസ്സിങ് സെൻസ് ആയിക്കോട്ടെ ഒക്കെ എന്താണ് നമ്മളിപ്പോൾ വെസ്റ്റേൺ സ്റ്റൈലൊക്കെ അഡോപ്റ്റ് ചെയ്യാറില്ലേ. അപ്പോൾ നമ്മുടെ കൾച്ചറിൽ തന്നെ ഒരു വലിയ തോതിലുള്ള ഒരു മാറ്റം തന്നെ വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഫ്ലോ ഓഫ് അഡ്വാൻസ്ഡ് ടെക്നോളജി ആൻഡ് അലൈഡ് സർവീസസ് ഫ്രം അതർ നേഷൻസ്. അതായത് ഡെവലപ്ഡ് നേഷൻസിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഡെവലപ്ഡ് നേഷൻസിൽ നിന്നും ഡെവലപ്പിംഗ് നേഷൻസിലേക്ക് എന്ത് ചെയ്യണം, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫ്ലോ ഒക്കെ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, ഒബ്റ്റെയിൻ ദ സർവീസസ് ഓഫ് ഹൈലി സ്കിൽഡ് ആൻഡ് എക്സ്പേർട്ട് പേഴ്സൺസ് ഫ്രം അതർ നേഷൻസ്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും എക്സ്പേർട്ടായിട്ടുള്ള സ്കിൽഡ് ആയിട്ടുള്ള വ്യക്തികളുടെയൊക്കെ സർവീസസും അല്ലെങ്കിൽ പേഴ്സൺസിൻ്റെയൊക്കെ എന്താണ് സർവീസസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭ്യമാക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കിക്കേ. ഡെവലപ്ഡ് ആൻഡ് വെൽത്തി നേഷൻസ് ഗെറ്റ് എക്കണോമിക് അഡ്വാൻറ്റേജ് ഓവർ ദ ഡെവലപ്പിംഗ് നേഷൻസ് ആസ് എ റിസൾട്ട് ഓഫ് ഗ്ലോബലൈസേഷൻ. പുവർ നേഷൻസ് ഹാവ് ടു ഡിപ്പെൻഡ് ഓൺ റിച്ച് നേഷൻസ് ഫോർ ടെക്നോളജി ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. നമുക്ക് എന്താ ഇവിടെ പറയുന്നത്? അതായത് ഡെവലപ്പിംഗ് നേഷൻസിനെ അപേക്ഷിച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള നേഷൻസിനായിരിക്കും കൂടുതൽ ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് ലഭിക്കുക. അതേപോലെ തന്നെ പുവർ നേഷൻസിന് ഇപ്പോൾ ടെക്നോളജി പരമായിക്കോട്ടെ അല്ലെങ്കിൽ എന്താണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കേസിലായിക്കോട്ടെ ഒക്കെ തന്നെ റിച്ച് നേഷൻസിനെ അല്ലെങ്കിൽ ഡെവലപ്ഡ് നേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ആദ്യത്തെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, ഇറ്റ് മേ ലീഡ് ടു ഹൈ ഇൻക്രീസ് ഇൻ ഇമ്പോർട്ട് ബിക്കോസ് നോ നേഷൻ ഇസ് സെൽഫ് സഫിഷ്യൻറ്റ് ഇൻ ഓൾ റിസോഴ്സസ്. ദിസ് റിസൾട്ട്സ് ഇൻ ആൻ അൺഫേവറബിൾ പൊസിഷൻ ഓഫ് ബാലൻസ് ഓഫ് ട്രേഡ്. നമുക്ക് എന്താ ഇവിടെ പറയുന്നത്? അതായത് ഒരു രാജ്യം പോലും എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ എല്ലാ റിസോഴ്സസിലും സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ അവർക്ക് ഇല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു റിസോഴ്സസ് അവരുടെ രാജ്യത്ത് ഇല്ലാണ്ടായിട്ടിരിക്കുക അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കേസിൽ അവരെന്ത് ചെയ്യും? അവരുടെ രാജ്യത്ത് ഇല്ലാത്ത ഇപ്പോൾ എന്താണ് സ്കിൽഡ് ആയിട്ടുള്ള ലേബേഴ്സ് ആണെന്ന് വെച്ചോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവർ ഇമ്പോർട്ട് ചെയ്യും. അപ്പോൾ അത്തരത്തിൽ ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് അവിടെ എന്തും ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്? ഇമ്പോർട്ട് അവിടെ ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ഇമ്പോർട്ട് കൂടുമ്പോൾ അവിടെ എന്ത് ചെയ്യുകയാണ്? ആ ഒരു ബാലൻസ് ഓഫ് ട്രേഡിൻ്റെ അൺഫേവറബിൾ പൊസിഷനിലേക്കൊക്കെ അത് ലീഡ് ചെയ്യുന്നുള്ളതാണ്. അതായത് എക്സ്പോർട്ടിനേക്കാൾ അവിടെ എന്ത് കൂടി നിൽക്കും? ഇമ്പോർട്ട് കൂടി നിൽക്കും. Next നോക്കിക്കേ, globalization will give free entry to foreign goods and services. This will destroy traditional domestic trade and industry. നോക്കിയേ, സ്വാഭാവികമായിട്ടും ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് ഫോറിനിലുള്ള ഗുഡ്സും സർവീസസും ഒക്കെ നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ട് ചെയ്യപ്പെടും അല്ലേ, നമ്മുടെ രാജ്യത്തേക്ക് വരും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെ ഇത് അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ അതാണ് പറയുന്നത്, ഇറ്റ് വിൽ ഡിസ്ട്രോയ് ട്രഡീഷണൽ ഡൊമസ്റ്റിക് ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിചാരിച്ചോ, അതേ പ്രൊഡക്റ്റ് തന്നെ ഇപ്പോൾ ഫോറിനിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഏതായിരിക്കും ഓപ്റ്റ് ചെയ്യുന്നത്? ആ ഒരു ഫോറിൻ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമോ അല്ലെങ്കിൽ നമ്മുടെ ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമോ? നമ്മൾ ഫോറിൻ പ്രൊഡക്റ്റ് ആയിരിക്കും ചൂസ് ചെയ്യുന്നത് അല്ലേ. നമുക്കെല്ലാം ഒരു വിശ്വാസമുണ്ട്, ഫോറിൽ നിന്ന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ് അല്ലേ, അപ്പോൾ അത് നല്ല ക്വാളിറ്റി ആയിരിക്കും എന്നൊക്കെ നമുക്കുണ്ട് അല്ലേ. അങ്ങനെ ഒരു വിശ്വാസം ഉള്ളതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? നമ്മൾ ആ ഫോറിൻ പ്രൊഡക്റ്റ് ആയിരിക്കും തീർച്ചയായിട്ടും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഡൊമസ്റ്റിക് ട്രേഡിനെയും ഇൻഡസ്ട്രിയെയും ഒക്കെ എന്ത് ചെയ്യുന്നുള്ളതാണ്? ഡിസ്ട്രോയ് ചെയ്യുന്നുള്ളതാണ്. നെക്സ്റ്റ് ഓക്കെ, it poses several threats to agriculture and agriculture products of the developing and underdeveloped nation. ഈ ഒരു ഗ്ലോബലൈസേഷൻ്റെ അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് ഡെവലപ്ഡ് നേഷനെ ആയിരിക്കും. അല്ലാതെ അണ്ടർ ഡെവലപ്ഡ് നേഷൻസോ അല്ലെങ്കിൽ ഡെവലപ്പിംഗ് നേഷൻ പോലെയുള്ള ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്കോ ഒക്കെ അതിൻ്റെ വലിയ രീതിയിലുള്ള ബെനിഫിറ്റ് കിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനൊക്കെ ഒരു ഭീഷണിയാകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതായത് എന്താണ് സ്വാഭാവികമായിട്ടും ഫോറിൻ ട്രേഡും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താണ് അഗ്രികൾച്ചർ ചെയ്യാനൊക്കെയുള്ള ആളുകളെ കിട്ടാതാവുകയും അല്ലെങ്കിൽ നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് വൈറ്റ് കോളർ ജോബ്സ് അല്ലേ. അപ്പം നമ്മൾക്ക് അതിന് പുറകെ പോകുമ്പോൾ അഗ്രികൾച്ചർ ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനൊന്നും ആളെ കിട്ടാണ്ടാവുകയും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും. അതേപോലെ തന്നെ അഗ്രികൾച്ചർ പ്രൊഡക്റ്റിനേക്കാൾ കൂടുതൽ നമ്മൾ ഫോറിൻ പ്രൊഡക്ട്സിനെയും കാര്യങ്ങളൊക്കെ ഡിപ്പെൻഡ് ചെയ്യുകയും അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ രാജ്യത്തുള്ള അഗ്രികൾച്ചർ പ്രൊഡക്ട്സിനൊരു ത്രെട്ടായിട്ടായിരിക്കും ഇത് ആക്ട് ചെയ്യുന്നത്. Next okay, free trade of products, services and informations across nation may damage culture and tradition of society. അതായത് ഈ പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇങ്ങനെ ഫോറിൻ ട്രേഡും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് അവിടെ പ്രൊഡക്ട്സും സർവീസസും ഇൻഫോർമേഷൻസുും ഒക്കെ തന്നെ എന്ത് ചെയ്യും? അക്രോസ് നേഷൻസ് അവൈലബിൾ ആകുക എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ കൾച്ചറിനെയും ട്രഡീഷനെയും ഒക്കെ അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈൽ അല്ലേ, നമ്മളൊക്കെ ഇപ്പോൾ വെസ്റ്റേണിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളതാണ്? നമുക്കൊരു കൾച്ചർ ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു ട്രഡീഷൻ ഉണ്ടായിരുന്നു, അതിനെയൊക്കെ എന്ത് ചെയ്ത് ഡാമേജ് ചെയ്യുമെന്നുള്ളതാണ്. നെക്സ്റ്റ് ആണ് മെഷേഴ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ ഇൻ ഇന്ത്യ. നോക്കിക്കേ, അപ്പോൾ ഗ്ലോബലൈസേഷൻ്റെ ഭാഗമായിട്ട് ഇന്ത്യൻ ഗവൺമെൻറ് എടുത്തിട്ടുള്ള മേജർ സ്റ്റെപ്സ് അല്ലെങ്കിൽ മെഷേഴ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്.
നോക്കി അതിൽ ആദ്യത്തെ ഇതാണ് ഡീവാലുവേഷൻ. ഡീവാലുവേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അതായത് നമ്മുടെ ഇന്ത്യൻ കറൻസിയുടെ, അതായത് രൂപയുടെ മൂല്യം എന്ത് ചെയ്യണം, കുറയ്ക്കുന്നതിനെയാണ് ഡീവാലുവേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡീവാലുവേഷൻ ചെയ്യുന്നത് വഴി നമ്മുടെ എക്സ്പോർട്ട്സ് ഇൻക്രീസ് ചെയ്യുകയും അതേപോലെ തന്നെ ഇമ്പോർട്ട് എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യാനും ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം നോക്കിക്കേ, ദിസ് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ഫേവർ ഓഫ് ഗ്ലോബലൈസേഷൻ ടേക്കൺ ബൈ ദ ഗവൺമെന്റ്. ദ ഗവൺമെന്റ് അനൗൺസ്ഡ് devaluation of Indian currency by 18 to 19% against major currencies in the international foreign exchange market. അതായത് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ മറ്റ് കറൻസീസിനേക്കാൾ നമ്മുടെ കറൻസിയുടെ മൂല്യം എന്ത് ചെയ്യാണ്, 18 മുതൽ 19% വരെ കുറയ്ക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? എക്സ്പോർട്ട്സ് കൂട്ടാൻ വേണ്ടി, അതേപോലെ തന്നെ ഇമ്പോർട്ട് ലെസ് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടി. നെക്സ്റ്റ് ആണ് അല്ലെങ്കിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മുടെ രാജ്യത്തിലേക്ക് എന്ത് ചെയ്യാണ്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അലോ ചെയ്യാൻ വേണ്ടി പോളിസീസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാണ്, ലിബറലൈസ് ചെയ്യാണ് ഗവൺമെന്റ്. അപ്പോൾ നോക്കിയേ, അലോയിങ് FDI ഇൻഫ്ലോസ് വാസ് എ മേജർ സ്റ്റെപ്സ് ഓഫ് ഗ്ലോബലൈസേഷൻ. ദ ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സ് ഓപ്പൺഡ് ഫോർ FDI ആർ ഇൻഷുറൻസ്, ഡെവലപ്മെന്റ് ഓഫ് ടൗൺഷിപ്പ്, ഡിഫൻസ് ഇൻഡസ്ട്രീസ്, ടീ പ്ലാന്റേഷൻ, പ്രൈവറ്റ് സെക്ടർ ബാങ്കിങ്. അതായത് ഈ ഒരു എന്താണ് FDIക്ക് വേണ്ടി ഓപ്പൺ ചെയ്തിട്ടുള്ള സെക്ടേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. ഇൻഷുറൻസ്, അതേപോലെ എന്താണ് ടൗൺഷിപ്പ്, ടീ പ്ലാന്റേഷൻ തുടങ്ങിയവയൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ പെർസെൻറ്റേജും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഓക്കെ, ദ റിമൂവൽ ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് ഓൺ ഇമ്പോർട്ട്. നോക്കിയേ, അതായത് ഇമ്പോർട്ട്സ് വർദ്ധിപ്പിക്കാനായിട്ട് കോട്ടാസ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റേറ്റീവ് റെസ്ട്രിക്ഷൻസ് എന്ത് ചെയ്യുകയാണ്, റിമൂവ് ചെയ്യുകയാണ് അല്ലെങ്കിൽ വിഡ്രോ ചെയ്യുകയാണ്. അതായത് ഒരു മറ്റൊരു രാജ്യത്ത് നിന്ന് നമ്മുടെ രാജ്യത്തേക്ക് ഇമ്പോർട്ടോ അല്ലെങ്കിൽ എക്സ്പോർട്ടൊക്കെ നടത്തുമ്പോൾ ആ ഒരു കമോഡിറ്റിയുടെ എമൗണ്ടിൽ ഒരു ലിമിറ്റ് കാണും. അത്തരത്തിലുള്ള ലിമിറ്റും കാര്യങ്ങളൊക്കെ എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവിടെ എന്ത് ചെയ്യും, ഇമ്പോർട്ടും കാര്യങ്ങളൊക്കെ അവിടെ എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, ദ റിഡക്ഷൻ ഓഫ് കസ്റ്റംസ് താരിഫ്. കസ്റ്റംസ് താരിഫ്സ് വെയർ റെഡ്യൂസ്ഡ് ടു എൻകറേജ് ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട്സ്. ഇമ്പോർട്ടും എക്സ്പോർട്ട്സും ഒക്കെ എൻകറേജ് ചെയ്യാൻ വേണ്ടി കസ്റ്റംസ് താരിഫൊക്കെ എന്ത് ചെയ്യാണ്, റെഡ്യൂസ് ചെയ്യുകയാണ്. ഇനി എന്താണ് ഈ ഒരു കസ്റ്റംസ് താരിഫ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഒരു ഇന്റർനാഷണൽ ട്രേഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസിന് മുകളിൽ ലിവി ചെയ്യുന്ന ഒരു ടാക്സ് ആണ് കസ്റ്റംസ് താരിഫ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കിയേ, NRI സ്കീമാണ്. നോക്കിക്കേ, ദിസ് ഫെസിലിറ്റീസ് വിച്ച് were offered to foreign investors were also given to non-resident Indians. Government has extended some concession for NRIs and overseas corporate bodies have more than 16 stake by NRIs. നോക്കി എന്താ ഇവിടെ പറയുന്നത്, അതായത് ഈ ഒരു ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് നൽകിയിരുന്ന സൗകര്യങ്ങളൊക്കെ ഫെസിലിറ്റീസും ഒക്കെ തന്നെ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിനൂടെ എന്ത് ചെയ്യുകയാണ്, നൽകുകയാണ്. ഇവിടെ പറയുന്നുണ്ട്. അതായത് ഈ ഒരു NRIസിന് അല്ലെങ്കിൽ നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസിന് 60%-ലധികം ഷെയർ ഹോൾഡിങ്സ് ഉള്ള ഓവർസീസ് കോർപ്പറേറ്റ് ബോഡീസിന്, അതായത് വിദേശ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്ക് എന്ത് ചെയ്യുകയാണ്, ഈ ഒരു കൺസെഷൻസും കാര്യങ്ങളും ഒക്കെ നൽകുകയാണ് ഗവൺമെൻറ്. നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കാണ് LPG in the Indian context or impact of new economic policy. ന്യൂ എക്കണോമിക് പോളിസിയുടെ ഇമ്പാക്റ്റ് അല്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വന്നിട്ടുള്ളതെന്നാണ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇൻഫോർമേഷൻ ടെക്നോളജി റെവല്യൂഷൻ ഓർ IT റെവല്യൂഷൻ. നോക്കിയേ, ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസിയുടെ ഫലമായിട്ട് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫോർമേഷൻ സെക്ടറിൽ തന്നെ ഒരു റെവല്യൂഷൻ നടക്കുകയാണെങ്കിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു ട്രമൻഡസ് ചേഞ്ച് തന്നെ ഉണ്ടാകുകയാണ്. അതായത് നമുക്കറിയാം, റൂറൽ വില്ലേജസിലുള്ള ആളുകൾക്ക് പോലും എന്താണ്, അവർക്ക് എന്താണ് സ്മാർട്ട് ഫോൺസ് യൂസ് ചെയ്യാനും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ യൂസ് ചെയ്യാനും ഒക്കെ അറിയാമെന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ എന്താണ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി, ടെലിഫോൺ ഫെസിലിറ്റീസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുകയാണ്, ലഭ്യമാവുകയാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെ ഒരു ട്രമൻഡസ് ചേഞ്ച് ഉണ്ടാവുകയാണ് ഈ ഒരു LPGയുടെ ഫലമായിട്ട്. രണ്ട് നോക്കിക്കേ, ഗ്രോത്ത് ഓഫ് പ്രൈവറ്റ് സെക്ടർ. നമുക്കറിയാം ഈ ഒരു എന്താണ് പല ലിബറലൈസേഷൻ പോളിസീസ് വന്നതോടുകൂടി, ഇല്ലെങ്കിൽ ഈ ഒരു എന്താണ് ലൈസൻസിങ് സിസ്റ്റത്തിലൊക്കെ കേസ് ആയിക്കോട്ടെ ഒക്കെ ഒരു ലിബറലൈസേഷൻ വന്നതോടുകൂടി ഈ പറഞ്ഞിട്ടുള്ള പ്രൈവറ്റ് സെക്ടറും കാര്യങ്ങളും ഒക്കെ എന്ത് ചെയ്യണം, പബ്ലിക് സെക്ടറിനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി ഒരു വലിയ രീതിയിലുള്ള ഒരു ഗ്രോത്ത് തന്നെ പ്രൈവറ്റ് സെക്ടറിന് ഉണ്ടാകുകയാണ്. അപ്പോൾ അതാണ് പറയുന്നത്. നോക്കിക്കേ, the private sector has grown tremendously, which is far ahead of public sector during the post-liberalization period. The bigger companies in the private sector have grown faster in respects of sales, profit and assets. ഈ ഒരു പ്രൈവറ്റ് സെക്ടറിലുള്ള കമ്പനീസ് സെയിൽസിൻ്റെ കേസ് എടുക്കുകയാണെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും അസറ്റ് ആണെങ്കിലും ഒക്കെ നോക്കുകയാണെങ്കിൽ വലിയ തോതിൽ അതിൻ്റെ ഒരു വളർച്ച കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. തേർഡ് വൺ നോക്കിയേ, ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് ആണ്. നോക്കി, ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ മുകളിലുള്ള LPGയുടെ എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ പോസിറ്റീവാണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ ഫുഡ് പ്രോസസ്സിങ്, ബിവറേജ്, അതേപോലെ തന്നെ സ്റ്റീൽ, ഓട്ടോമൊബൈൽസ്, ഫാർമസ്യൂട്ടിക്കൽസ്, സിമെൻറ്റ് പോലെയുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ തന്നെ വളരെ ഒരു സ്റ്റഡി ഗ്രോത്ത് ആണ് കാണിക്കുന്നത് എന്നുള്ളതാണ്. അതായത് വളരെ വലിയൊരു വളർച്ച തന്നെ അതിലൊക്കെ നമുക്ക് ഈ ഒരു LPGയുടെ ഫലമായിട്ട് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇന്ത്യൻ കമ്പനീസിൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രീസിൽ ഫോറിൻ കമ്പനീസിൻ്റെ നിക്ഷേപങ്ങൾ, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യുകയാണ്, വർദ്ധിക്കുകയാണ്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഈ ഒരു LPG കൊണ്ട് ഇന്ത്യൻ ഇൻഡസ്ട്രീസിന് പോസിറ്റീവ് എഫക്റ്റ് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്.
നെക്സ്റ്റ് നോക്കിയേ, ഇൻക്രീസ്ഡ് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് വർദ്ധിക്കുകയാണ് അല്ലേ. അതായത് ഡൊമസ്റ്റിക് എക്കണോമിയുടെയും ഇന്റർനാഷണൽ ട്രേഡിൻ്റെയൊക്കെ ലിബറലൈസേഷൻ GDPയുടെ ഗ്രോത്തിലേക്ക് ലീഡ് ചെയ്യുകയാണ്. അതായത് 1990-91 ആയപ്പോഴേക്കും ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 5.6% മാത്രമായിരുന്നു. പക്ഷേ 2008-2009 ആയപ്പോഴേക്കും അത് കൂടി എത്രയായി? 7.1%. അപ്പോൾ ഈ ഒരു 2003-2004 ആയപ്പോഴേക്കും ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് 8%-ലധികമാണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ഇന്ത്യൻ എക്കണോമിയുടെ തന്നെ ഒരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇത്രയും ഓർത്താൽ മതി. ലിബറലൈസേഷൻ്റെ ഒക്കെ ഫലമായിട്ട് എന്ത് ചെയ്യുകയാണ്? GDP കൂടുകയാണ്. നെക്സ്റ്റ് നോക്കിയേ, ഇൻക്രീസ്ഡ് FDI. FDI എന്ന് വെച്ചാൽ എന്താണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. നോക്കിയേ, ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇന്ത്യയിലേക്ക് മറ്റ് രാജ്യങ്ങളിൽ നിന്ന്, ഫോറിൻ കൺട്രീസിൽ നിന്ന് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. നോക്കി 1990-91 ആയപ്പോഴേക്കും $100 മില്യണിൽ നിന്ന് 2008-2009 ആയപ്പോഴേക്കും 1,27,460 മില്യണായിട്ട് എന്ത് ചെയ്യാണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ 2008-2009 ആയപ്പോഴേക്കും 10 ബില്യണായിട്ട് എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഇന്ന് ഫോറിൻ കമ്പനീസൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ, നിക്ഷേപിക്കാൻ അവർ വളരെ ഹൈലി ഇൻട്രസ്റ്റഡ് ആണ് എന്നുള്ളതാണ്. കാരണം എന്താണ്? കൂടുതൽ ഫിനാൻഷ്യൽ റിട്ടേൺ കിട്ടും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഫോറിൻ കമ്പനീസ് ഇന്ത്യ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഹൈലി ഇൻട്രസ്റ്റഡ് ആയിരിക്കുന്നത്. നെക്സ്റ്റ്, ഇൻക്രീസ് ഇൻ എക്സ്പോർട്സ് ആണ്. ഗ്ലോബലൈസേഷൻ ഇനേബിൾഡ് ഇന്ത്യ ടു ട്രേഡ് വിത്ത് അതർ നേഷൻസ് വിത്തൗട്ട് ട്രേഡ് ബാരിയേഴ്സ്. ആസ് എ റിസൾട്ട് എക്സ്പോർട്ട് ഫ്രം ഇന്ത്യ ഹാസ് ഇൻക്രീസ്ഡ് കൺസിഡറബിളി. നോക്കിക്കേ, അതായത് മറ്റ് രാജ്യങ്ങളുമായിട്ട്, അതായത് ട്രേഡ് ബാരിയേഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഗ്ലോബലൈസേഷൻ ഇന്ത്യ എന്ത് ചെയ്യാണ്? ഇനേബിൾ ആക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ നിന്നും എക്സ്പോർട്സ് എന്ത് ചെയ്യുകയാണ്? ഇൻക്രീസ് ചെയ്യുകയാണ് അല്ലേ. സാധനങ്ങളൊക്കെ കയറ്റുമതി ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കിയേ, ഹൈ ഗ്രോത്ത് ഓഫ് സർവീസ് സെക്ടർ. സർവീസ് ഓർ ദ ടെറിഷറി സെക്ടർ ഓഫ് ദി എക്കണോമി ഇൻക്ലൂഡ്സ് ട്രേഡ്, ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്, റെയിൽവേ, അതർ ട്രാൻസ്പോർട്ട് and storage, communication, banking, insurance, real estate, etc. The service sector has shown remarkable growth during the post-liberalization period. നോക്കി ആ ഒരു ലിബറലൈസേഷൻ പീരീഡിന് ശേഷം നോക്കുകയാണെങ്കിൽ എക്കണോമിയിലെ സർവീസസ്, അതായത് സർവീസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, റെയിൽവേ, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ് പോലെയുള്ള ആ ഒരു സർവീസസ് ഏത് സെക്ടറിലാണ് വരുന്നത്? ടെറിഷറി സെക്ടർ അല്ലേ. അപ്പോൾ ആ ഒരു ടെറിഷറി സെക്ടറിൽ ഒരു ഹൈ ഗ്രോത്ത് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് ശേഷമാണ് ലിബറലൈസേഷൻ പീരീഡിന് ശേഷം. അപ്പം നമ്മുടെ ഇന്ത്യയുടെ GDP എടുക്കുകയാണെങ്കിൽ അതിൽ ഹാഫിലധികം, മോർ ദാൻ ഹാഫ് എന്നാണ് പറഞ്ഞത്. പകുതിയിൽ കൂടുതൽ എന്താണ്? ഈ ഒരു സർവീസ് സെക്ടറിൽ നിന്നുമുള്ള ഇൻക്രീസ് തന്നെയാണ്, അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ നിന്നുള്ള ഇൻകം തന്നെയാണ്. നെക്സ്റ്റ് ആണ് ഇൻക്രീസ്ഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ LPG പീരീഡിന് ശേഷം നോക്കുകയാണെങ്കിൽ എക്കണോമിയിലുള്ള വിവിധ സെക്ടേഴ്സ് എന്ത് ചെയ്യുകയാണ്? അവരുടെ ഓപ്പറേഷൻസ് ഇൻക്രീസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ആളുകളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓരോ ദിവസം കഴിയുമ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അവരുടെ ഇൻക്രീസ് ഇൻ ഡിമാൻഡ് അല്ലെങ്കിൽ ഗ്രോയിങ് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി സ്വാഭാവികമായിട്ട് മാർക്കറ്റിലേക്ക് പുതിയ ഇൻഡസ്ട്രീസ് വരും. അപ്പോൾ പുതിയ ഇൻഡസ്ട്രീസ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്, this resulted in the creation of more job opportunities. നെക്സ്റ്റ് ആണ് എമർജൻസ് ഓഫ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് അഥവാ BPO അല്ലേ. അപ്പോൾ നോക്കിയാൽ ന്യൂ എക്കണോമിക് പോളിസി ഓഫ് LPG paved the way for the development of business process outsourcing as a new industry. അതായത് ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി വന്നതോടുകൂടി എന്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുകയാണ്? ഒരു പുതിയ ഇൻഡസ്ട്രിയാണ് അല്ലെങ്കിൽ ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ്, ഒരു പുതിയ ഇൻഡസ്ട്രിയുടെ ഡെവലപ്മെൻറ്റ് അവിടെ തുടങ്ങുകയാണ് അല്ലേ. അതായത് എന്താണ് BPO എന്നൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇനി പഠിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ അത് ഏർപ്പാടിലൊക്കെ ചോദിക്കാൻ നല്ലൊരു ചോദ്യം തന്നെയാണ് BPO. അപ്പോൾ ഈ ഒരു ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്താണെന്ന് നമ്മൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം നമുക്കൊരു സ്ഥാപനം ഉണ്ടെന്ന് വിചാരിച്ചോ, അപ്പോൾ അതിൽ എന്ത് വർക്കോ ആയിക്കോട്ടെ അത് നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് ഔട്ട്സോഴ്സ് ചെയ്യുകയാണ് എങ്കിൽ അതിനെയാണ് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിപ്പോൾ എന്താണ്? കസ്റ്റമർ മാനേജ്മെൻ്റ് ആകാം, അല്ലെങ്കിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ആകാം, അതുമല്ല എങ്കിൽ എന്തെങ്കിലും ഒരു അക്കൗണ്ടിങ് വർക്ക് ആയിരിക്കാം. അപ്പോൾ എന്തായാലും നമ്മൾ മറ്റൊരു സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യണം? ഔട്ട്സോഴ്സ് ചെയ്യണം, അതായത് അവർക്ക് അസൈൻ ചെയ്യണം. അപ്പോൾ അവരതിനൊരു ഫീയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്യും. അങ്ങനത്തെ അവർ ആ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്ത ശേഷം നമുക്ക് തിരിച്ചു തരും. അപ്പോൾ അതാണ് ഇതെന്ന് പറയുന്നത് ബിസിനസ് പ്രോസസ് ഔട്ട്സോഴ്സിങ്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത്ര ഓർക്കുക, ഈ ഒരു LPG വന്നതോടുകൂടി എന്തിൻ്റെ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യാണ്? BPOയുടെ ഡെവലപ്മെൻറ്റിലേക്ക് ലീഡ് ചെയ്യുകയാണ്. നിയർലി 4 lakh people are directly employed in this industry. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഏകദേശം 4 ലക്ഷത്തോളം പീപ്പിൾ എന്ത് ചെയ്യുകയാണ്? ഡയറക്ട്ലി എംപ്ലോയ് ചെയ്യുകയാണ് അല്ലേ. അവിടേക്ക് അവർക്ക് എന്ത് ചെയ്യാണ്? ജോലി കിട്ടുകയാണ്. നോക്കി അടുത്ത അഡ്വേഴ്സ് ഇമ്പാക്റ്റ് ആണ് ഫുഡ് സെക്യൂരിറ്റി.
നോക്കിയേ, ന്യൂ എക്കണോമിക് പോളിസിയുടെ ഇമ്പാക്റ്റിനെ പറ്റി നടത്തിയിട്ടുള്ള പല പഠനങ്ങളും കണ്ടെത്തിയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഫുഡ് കൾട്ടിവേഷൻ കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പം കൃഷിഭൂമിയൊക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഇൻഡസ്ട്രീസിനും അതുപോലെ തന്നെ ക്യാഷ് ക്രോപ്സ് മീൻസ് എന്താണ്, കോഫി, ടീ പോലെയുള്ള കാര്യത്തിന് വേണ്ടി എന്ത് ചെയ്യണം, നമ്മൾ യൂസ് ചെയ്തത് കൊണ്ട് തന്നെ അഗ്രികൾച്ചറൽ ലാൻഡ് എന്ത് ചെയ്യുകയാണ്, കുറയുകയാണ് അല്ലേ. അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ ലാൻഡ് നമുക്ക് കൃഷിക്ക് വേണ്ടി, അതായത് ഫുഡ് കൾട്ടിവേഷന് വേണ്ടിയൊന്നും കിട്ടാനില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ കമ്പാരിറ്റീവ്ലി കുറയുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. നോക്കിക്കേ, നെക്സ്റ്റ് ആണ് ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്. നമുക്ക് എക്സ്പ്ലനേഷൻ ഒന്നും കാര്യമില്ല തന്നെ നമുക്ക് തന്നെ പറയാവുന്ന കാര്യമാണ് അല്ലേ. നാച്ചുറൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു എങ്ങനെ? അതായത് ഡിമാൻഡ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെയൊക്കെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഓരോ ദിവസവും കൂടിക്കൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ് അല്ലേ. നമുക്കെല്ലാം ആവശ്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറെയാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഇൻക്രീസ് ചെയ്യുന്ന ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനീസ് നാച്ചുറൽ റിസോഴ്സസിനെ ഓവറായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു ഫ്യൂച്ചർ ജനറേഷൻ്റെ എക്സിസ്റ്റൻസ് ഓവർ നീഡ് ഒന്നും കൺസിഡർ ചെയ്യാതെ ലാർജ് സ്കെയിലിൽ ഈ പറഞ്ഞിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ഒക്കെ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ന്യൂ എക്കണോമിക് പോളിസിയുടെ മറ്റൊരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഈ പറഞ്ഞിട്ടുള്ള നാച്ചുറൽ റിസോഴ്സിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഓക്കെ, ത്രെറ്റ് ഫ്രം മൾട്ടിനാഷണൽ കമ്പനീസ്. ഈ ഒരു ന്യൂ എക്കണോമിക് പോളിസി വന്നതോടുകൂടി എന്ത് ചെയ്യാണ്, ഇന്ത്യൻ മാർക്കറ്റിലേക്ക് മൾട്ടിനാഷണൽ കമ്പനീസിൻ്റെ ഒരു മാസീവ് എൻട്രി തന്നെ ഉണ്ടാവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഡൊമസ്റ്റിക് കമ്പനീസ് ഈ പറഞ്ഞിട്ടുള്ള MNC ആയിട്ട് അവർക്ക് പിടിച്ചു നിൽക്കുക, അല്ലെങ്കിൽ അവർ കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുമോ? ഇല്ല. അപ്പോൾ അവരെന്ത് ചെയ്യുകയാണ്, സ്വാഭാവികമായിട്ടും സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും അല്ലേ. അതായത് MNCയെ സംബന്ധിച്ചാണെങ്കിൽ അവർക്ക് സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്. സോ ഇവരുമായിട്ട് എന്താണ് കോമ്പീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്.